അടുത്ത ഒരു ഭാഗത്തോട് നമ്മൾ കടക്കാൻ പോവുക. കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് ചില ഭാഗങ്ങൾ കൂടി ഒന്ന് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് നിർത്തിയത് 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലെ ഒരു വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞു വന്നത്. ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഡീപ്പായിട്ട് കിടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അല്ലേ? നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ പല ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തി ഇല്ല എന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളിൽ ഓരോരുത്തരും ഒരു ശക്തിയുണ്ട്. അതാണ് തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2 തിമോഥെയോസ് 2:1 പറയുന്നത്, മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന ലോകം, നമ്മളായിരിക്കുന്ന മേഖലകളിലകത്ത് ഇന്നും നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കുന്നുവെങ്കിൽ ആ ശക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു വാക്യത്തിലോട്ട് വരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 1 തൊട്ട് അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ താൻ ഓരോരോ കാര്യങ്ങൾ തെളിയിച്ച് വന്ന് അതിനുശേഷമാണ് എന്തുകൊണ്ടായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് ഡയറക്റ്റായി 20-ാമത്തെ വാക്യം ആദ്യം ഇടാത്തത്? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അപ്പോസ്തലനായ പൗലോസ് ഈ എന്നാൽ നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിനും എന്നുള്ള കാര്യം 3-ാം അധ്യായത്തിൻ്റെ തുടക്കം ഇടാത്തത് എന്തുകൊണ്ടാണ്? തുടക്കത്തിൽ ഇട്ടിരുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആമയം പറഞ്ഞ് നമ്മൾ പരിപാടി അവിടെ പൂട്ടിയേനെ. പക്ഷേ അതിൻ്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊസീജിയറിലോട്ട് എത്തുവാൻ, ആ ഒരു തലത്തിലോട്ട് എത്തുവാൻ എന്തുണ്ട് അവിടെ? അതിന് തൊട്ട് മുമ്പുള്ള 16-ാമത്തെ വാക്യം തൊട്ട് അദ്ദേഹം അതിനെ കണക്ട് ചെയ്യുവാണ്. ആ ഒരു കാര്യത്തെ ഞാൻ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ഡയറക്റ്റ് വേണമെങ്കിൽ ആ വാക്യത്തിലോട്ട് കടക്കാം. എന്നാൽ താൻ അത് ഡയറക്റ്റ് കടക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ വാക്യത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മളിൽ തന്നെ ഉള്ള ഒരു ശക്തി. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ പ്രിയമുള്ളവർ? നമ്മളിൽ എന്തുണ്ട്? ഒരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ എന്ന് പറയുന്നൊരു വാക്ക്. അപ്പം നമ്മളിൽ എന്തുണ്ട്? ഒരു ശക്തി ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകണം. അത് ഞാൻ അധികം ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗത്തെ ജസ്റ്റ് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ അകത്തെ ഉള്ള ശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അകത്തൊരു ശക്തി ഉണ്ട് എന്നൊരു ബോധ്യം വരുമ്പോൾ പുറത്തെ സാഹചര്യങ്ങൾ ശക്തമല്ലാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടേക്ക് പോകുവാൻ സാധിക്കും. മുന്നോട്ടേക്ക് നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. അതിനുശേഷമായിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആദ്യം ശക്തിയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ക്രിസ്തു ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് വാങ്ങണം? ശക്തമായിട്ട് നമ്മുടെ ചില തീരുമാനങ്ങളിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം. അപ്പോൾ ആദ്യം പറയുന്നു ആ ഒരു ശക്തിയെക്കുറിച്ച്. അതിനുശേഷമായി 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞ് അതിന് 17-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ സ്നേഹത്തിൽ വേരൂന്നണം എന്ന് പറയുക. അപ്പോൾ ഈ 3 കാര്യത്തിൽ കണക്ട് ചെയ്താൽ ശക്തി വേണം, ക്രിസ്തു നമ്മളിൽ വസിക്കണം, അത് വസിക്കുന്നത് സ്നേഹത്തിലാകണം. ഇങ്ങനെ പറഞ്ഞ് 4-ാമത്തെ വാക്യം അതിൻ്റെ 18-19 വാക്യങ്ങളിലോട്ട് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ ഒരു കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇതിലൂടെ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകണം. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 20-ാമത്തെ വാക്യം ആദ്യം കൊണ്ടുവരാത്തത്? കാരണം ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ശക്തി ഉണ്ടാകണം, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടാകണം, അത് സ്നേഹത്തിൽ വേരൂന്നണം, അതിനുശേഷമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം എല്ലാ നിറവിനോളം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഫുൾനെസ് വരുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് പറഞ്ഞോട്ടെ, ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, എന്തുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കണക്റ്റ് ചെയ്ത് വരുന്നത്. നമ്മുടെ 20-ാമത്തെ വാക്യം ആദ്യം വായിച്ചാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ എന്നാ പറയും? നമ്മുടെ ഈ പ്രോമിസ് വാക്യം എടുക്കുന്ന പരിപാടി ഉണ്ടോ? ന്യൂ ഇയറിനൊക്കെ പ്രോമിസ് വാക്യം എടുക്കാറുണ്ടോ? ഞാൻ എടുക്കാറുണ്ട്. എടുക്കുന്നവരൊന്ന് കര ഉയർത്താമോ? 4 ക്യാമറ എനിക്ക് കാണുന്നുള്ളൂ. പ്രോമിസ് വാക്യം എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഞാൻ ഒരിക്കൽ കുമ്പനാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചർച്ചിലോട്ട് പ്രോമിസ് വാക്യം വാങ്ങിയപ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഒരു വാക്യം കണ്ടു, നിന്റെ കുഷ്ഠം മാറട്ടെ, ഹൃദയം ശുദ്ധമാക്കാം. ഞാൻ ചിന്തിച്ചു, ആ വാക്യം നമ്മുടെ വിശ്വാസികൾക്ക് ആരെയും കിട്ടിയിരുന്നില്ല. നമ്മുടെ വിശ്വാസികൾ കിട്ടിയിരുന്ന നമ്മൾ എന്നാ നമ്മൾ പറഞ്ഞേനെ ഈ വാക്യം എനിക്കുള്ളതല്ല എന്ന് നമ്മൾ പറഞ്ഞേനെ, അല്ലേ? അപ്പോൾ
നമുക്ക് പ്രോമിസ് വേണം, എല്ലാവർക്കും വേണം പ്രോമിസ്. പക്ഷെ പ്രോമിസിൻ്റെ കൂടെ നമ്മളിതിൻ്റെ കമാൻഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വാക്തത്വമുണ്ട്, അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം നാം അതിനെക്കുറിച്ച് അടുത്ത ഇതിൽ ഡീപ്പായിട്ട് സംസാരിക്കും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്ന് പറയണമെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഈ 5 കാര്യങ്ങൾ ഉണ്ടാകണം. 1, ശക്തി ഉണ്ടാകണം. 2, ക്രിസ്തു നമ്മളിൽ ഉണ്ടാകണം. 3, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വേരൂന്നണം. 4, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം, അങ്ങനെ വരുമ്പോഴാണ് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്, നിറഞ്ഞ് വരിക. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ കമാൻഡുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഭക്തനായ ആ ദൈവമനുഷ്യൻ 20ാമത്തെ വാക്യം പറയുന്നത്. എന്നിട്ട് പറയും എന്നാൽ ആ വാക്ക് നമ്മൾ വിട്ടുപോകല്ലേ കേട്ടോ. പലപ്പോഴും നമുക്ക് എന്നാൽ എന്നുള്ള വാക്കൊന്നും വേണ്ട. ഇപ്പോഴത്തെ പല ആളുകളെ ഇവിടെ ചിന്താഗതി വാലല്ല തലയാക്കും. ആന്നോ? നമ്മളും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന കാര്യമുണ്ട്, ഇത് എന്നാ ചെയ്യണം. 28ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ കാണുന്ന വാക്യം അത്. പക്ഷേ അതിൽ ഏകദേശം 60-ലധികം വാക്യങ്ങളിൽ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ 14 തൊട്ട് 68 വരെയുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു അവിടെ പറയുന്ന കാര്യം ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, വാക്തത്വം ഉണ്ട്. പക്ഷെ ആ വാക്തത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഗോഡ് ക്യാൻ ഡു മോർ ദാൻ യു ക്യാൻ ഇമാജിൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റും. ആ ബോധ്യം ഉണ്ടോ ഇന്ന്? കർത്താവ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ചെയ്യുന്നവനാണെന്നൊരു ബോധ്യമുണ്ടോ? കർത്താവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അധികമാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഈ 5 കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ആ ഒരു 20ാമത്തെ വാക്യം എന്ന് പറഞ്ഞൊരു ഓവർഫ്ലോയാണ്. ഓവർഫ്ലോ എന്ന് പറയാൻ കാരണം നമുക്ക് ഈ ടാങ്ക് നിറയുമ്പോൾ അതിങ്ങനെ നിറഞ്ഞ് പുറത്തോട്ട് ഒഴുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ടാങ്ക് നിറഞ്ഞെന്ന്. എന്ന് പറഞ്ഞാൽ ഈ 1 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഓവർഫ്ലോയാണ് 20ാമത്തെ വാക്യം. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു വാക്യമായിട്ട് ആ വാക്യം കാണുമ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ തന്നെ ഒരു ഹാർട്ടായിട്ടാണ് ഈ വാക്യത്തെ നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് ചിന്തിക്കുന്ന ഒരു ചിന്തകളാണ്. ആ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചെറിയ വിഷയങ്ങൾക്കായിരിക്കും. നമ്മൾ ചില സമയത്ത് നമ്മുടെ ചിന്തയും അങ്ങനെ ആയിരിക്കുമേ. എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വിഷയമൊന്നും നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇതിനകത്ത് വലിയ വിഷയമൊന്നും എൻ്റെ പ്രാർത്ഥനയിൽ നടക്കത്തില്ല. എൻ്റെ കൊച്ചിൻ്റെ ചെറിയ വിദ്യാഭ്യാസം, എൻ്റെ ചെറിയൊരു തലവേദന, എൻ്റെ ചെറിയ കുറേ കാര്യങ്ങൾ അല്ലേ. അവിടെ നമ്മുടെ ഒരു ചിന്താഗതി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ പറഞ്ഞത് പല ബലഹീനതകളും നമ്മുടെ വീക്ക്നെസ്സും നമ്മളായിട്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണെങ്കിലും ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, നമ്മുടെ ചിന്തകളേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നത് അവിടെ ഗോഡ് ഹൂ ഡ്യൂൾസ് വിത്തിൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റ്സ് അറൗണ്ട് യു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതികളേക്കാൾ അപ്പുറമാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനിട്ടിരിക്കുന്ന ചിന്തകളേക്കാൾ അപ്പുറമാണ് ദൈവം എന്ന് പറയുന്നത്. ആ ചിന്ത പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് ചില വിഷയത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, തകരുന്നത്. ചില വിഷയത്തിനകത്ത് നമ്മൾ കരയുന്നത്, ചില വിഷയത്തിനകത്ത് നമ്മൾ ഭാരപ്പെടുന്നത്. എന്നാൽ പ്രിയമുള്ളവരോട് ഞാനൊരു കാര്യം സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ, മാനുഷികമായ ശക്തിയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ഒരു ശക്തി. ആ ശക്തിയാണ് അത്യന്തം പരമായി വ്യാപരിക്കുന്ന ശക്തി. ആ ശക്തിക്ക് നമ്മുടെ വ്യക്തിയെ വലിയ രീതിയിൽ രൂപീകരിക്കുവാൻ കഴിയുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പൗലോസ് നമ്മളോട് ഓർമ്മിപ്പിക്കുക, ആ ശക്തിക്ക് നമ്മൾ എന്തിടരുത്, പരിമിതി ഇടരുത്. ആ ശക്തിക്ക് നമ്മൾ പരിമിതി ഇടുമ്പോഴാണ് നമ്മുടെ പല വിഷയത്തിനും എന്ത് വരുന്നത്, ഡിലേസ് വരുന്നത്. എന്നാൽ ആ ശക്തിക്ക് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, ആ ക്രിസ്തുവിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ ഒരു ഭാഗം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുക, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുക, അത് നമ്മുടെ ചിന്തകളേക്കാൾ വിചാരങ്ങളേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞിട്ട് പറയുക. ഇതൊരു കേവലം ശക്തിയല്ല, ബട്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പവർ അല്ല, ജസ്റ്റ് ഒരു സംഭവമല്ല, അത് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമുള്ളതാണ്. അതവിടെ ഇമ്മഷറബിളി മോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. ആകാശത്തെ നമുക്ക് അളക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആകാശത്തെ അളക്കാൻ പറ്റുമോ? ആകാശത്തെ അളക്കാൻ പറ്റും. ഞാനിവിടെ വയനാട്ടിലിരിക്കുന്നത്, എൻ്റെ ചുറ്റുപാടും കാണുന്ന മാത്രം ആകാശം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വിചാരം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ്.
എന്ന് പറഞ്ഞാൽ ഇമ്മഷറബിളി എന്ന് പറഞ്ഞാൽ അത് അളക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അളക്കാൻ പറ്റാത്ത ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്താണ് അളക്കാൻ പറ്റാത്തതായുള്ള രീതിയിൽ നമ്മുടെ ജീവിതം എന്താകുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? മനസ്സിലാക്കാം. ദൈവം പ്രവർത്തിച്ചവരാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുന്നവരാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? ഇന്നലെ വരെ നടത്തിയ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടാണോ ഇന്ന് ഇരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അളക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച ദൈവജനത്തോട് ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്നു പറയാം. ആ ശക്തിക്ക് നമ്മൾ പരിമിതി ഇടല്ല. ആ ശക്തിക്ക് നമ്മൾ ലിമിറ്റ് ഇടല്ലേ. ആ ശക്തി നമ്മൾ വരച്ചിരിക്കുന്ന ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാന്ന് ചിന്തിക്കല്ലേ. ആ ശക്തി നമ്മുടെ ബൗണ്ടറികൾക്ക് അപ്പുറവാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പറയാം. പ്രിയമുള്ളവരെ, പലരും ഈ ഒരു ശക്തിയെ ഇട്ടേക്കുന്നത് ഒരു വരയ്ക്കുള്ളല്ല, ഒരു റൗണ്ടിനുള്ളിലാണ്. ഇത്രേ ഉള്ളെന്ന അല്ല, അതങ്ങനെയല്ല. അതാ ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എക്സീഡിംഗ്ലി അബണ്ടൻലി എബോവ്, നമ്മൾ ചിന്തിക്കുന്ന സകലത്തിനേക്കാളും മുകളിലാണ്. നമ്മൾ ചിന്തിക്കുന്ന സകല വിചാരങ്ങളെക്കാൾ മുകളിലാണ്. നമ്മളായിരിക്കുന്ന സകല സാഹചര്യങ്ങളെക്കാൾ മുകളിലാണ്. അങ്ങനെയെങ്കിൽ ആ നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാൻ പറ്റും, എൻ്റെ സാഹചര്യത്തെക്കാൾ വലുതാ എൻ്റെ ദൈവം, എൻ്റെ പ്രശ്നത്തെക്കാൾ വലുതാ എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അടുത്തൊരു വാക്ക്, ബിയോണ്ട് വാട്ട് ദ മൈൻഡ് ക്യാൻ കണ്ടെയ്ൻ. നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഈ ശക്തിയെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായാൽ ഇതേ കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലനായ പൗലോസ് ഈ ശക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ശക്തി വേണ്ടേ? ആ ശക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചു എന്നൊരു കാര്യം ബൈബിളിലൂടെ ഞാൻ തെളിയിക്കാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലൂടെ വരുന്ന സമയത്ത് അവിടെ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഭാഗം അവിടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ഈ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ്റെ മാനസാന്തരം നടക്കുന്നത്. ആ മാനസാന്തരം നടന്ന് അതിൻ്റെ 21 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെയുള്ള ശിഷ്യന്മാർ പൗലോസ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യനെ കൈക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ മനുഷ്യന്, അതിന് 26-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ യെരൂശലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു, എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുത്തില്ല? ഒരു അക്സെപ്റ്റൻസ് കൊടുത്തില്ല. പക്ഷെ പ്രിയമുള്ളവരെ, 9-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം വായിക്കണം. അവിടെ പറയുക, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. അപ്പോൾ ചോദ്യം, എങ്ങനെ ഈ ശക്തി വന്നത്? ഈ ക്രിറ്റിസിസത്തിന്റെ മധ്യേ, ഈ ചോദ്യത്തിന്റെ മധ്യേ, ഈ ഉത്തരമില്ലാത്ത മേഖലകളുടെ മധ്യേ ഈ മനുഷ്യന് ശക്തി വന്നത് എങ്ങനെയാ? ആ ശക്തി അവന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് അവൻ ശക്തനായി തീർന്നത്. എന്ന് പറഞ്ഞാൽ പല ക്രിറ്റിസിസം അവിടെ ഉണ്ട്, പല നെഗറ്റീവ്സ് അവിടെ ഉണ്ട്. അവനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെ അങ്ങനെയാ, പല ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാകില്ല, നമ്മുടെ ചിന്തകളെ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. പക്ഷേ അതിൻ്റെ അകത്ത്, ആ ക്രിറ്റിസിസത്തിനകത്ത് ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാ? അവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുക, നാശം ചെയ്തവൻ ഇവനല്ലയോ? എന്നാ പേരല്ലേ നാശം എന്നൊക്കെ വിളിക്കുന്ന ഒരു തലം. നമ്മളെ ഏതെങ്കിലും മേഖലകളകത്തൊരു നാശമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഏതെങ്കിലും മേഖലകളകത്ത് ഒരു ഉപയോഗശൂന്യാന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഈ വാക്യം നമ്മളോട് പറയുക, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുവെങ്കിൽ ഇന്ന് അമേശം ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചാൽ ഒരു വിഷയത്തിന് നമ്മെ തൊടാൻ പറ്റത്തില്ല, ഒരു വിഷയത്തിന് നമ്മെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു വിഷയത്തിന് നമ്മെ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 3 പ്രധാനപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് അളക്കുന്നതിന് ഉപരിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചിന്തകൾക്ക് മുകളിലാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്നറിയാമോ? അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെക്കാൾ തികഞ്ഞു വരുന്നതാണ്. അതല്ലേ ആ മനുഷ്യൻ പറയുന്നത്? ദൈവത്തിൻ്റെ എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളുടെ മധ്യേ തികഞ്ഞു വരുമെന്ന്. ഇന്ന് രാത്രിക്കാലം നമുക്ക് പറയാൻ പറ്റൂ, നമ്മുടെ ബലഹീനതകളുടെ മധ്യേ, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ആ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമെന്ന്, ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന്. നമ്മൾ ബലഹീനമായിരിക്കുമ്പോൾ, നമ്മൾ തകർന്നിരിക്കുമ്പോൾ, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അകത്ത് ഏത് ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണേലും അതിൻ്റെ അകത്ത് എനിക്കൊരു ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്, പോസിബിൾ എവറിത്തിങ് ഈസ് പോസിബിൾ വിത്ത് ജീസസ് എവറിത്തിങ് ഈസ് പോസിബിൾ. എന്ന് പറഞ്ഞാൽ എല്ലാം സാധ്യമാണ്, യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചില ഇമ്പോസിബിൾ എന്നുള്ള കാര്യമില്ലേ? ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നോട്ട്ബുക്കിൽ ഇമ്പോസിബിൾ എന്ന് എഴുതിക്കേ പ്രിയമുള്ളവരെ. ഇമ്പോസിബിൾ 1 എന്ന നിങ്ങളുടെ നോട്ടിൽ നിന്ന് എഴുതിക്കേ. IMPOSSIBLE, ഇമ്പോസിബിൾ. ആ വാക്കിനെ എങ്ങനെയാ മാറ്റാൻ പറ്റുമോ? അതിൻ്റെ തുടക്കത്തിലുള്ള IM ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് നോക്കിക്കേ. അത് കട്ട് ചെയ്യുമ്പോൾ പോസിബിൾ ആകും. ആ ഇംപോസിബിളിൻ്റെ IM കട്ടാക്കിയാൽ അത് പോസിബിളാണ്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇതുപോലെ നിൽക്കുന്ന ചില ഇമ്പോസിബിളിന്റെ അകത്തും ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഇന്ന് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സകല ഇമ്പോസിബിളിന്റെ അകത്തും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. സകല സാധ്യതയില്ലാത്ത മേഖലകളകത്തും ദൈവത്തിന് പ്രോബബിലിറ്റി ഇല്ല. എന്തുവാ പ്രോബബിലിറ്റി? ഈ കാലാവസ്ഥാ കേന്ദ്രം പറയും മഴ പെയ്യാനും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ദൈവത്തിന് അങ്ങനെയില്ല. മഴ പെയ്യുന്ന പറഞ്ഞാൽ മഴ പെയ്യും. അതാ എലിയാവിനോട് പറഞ്ഞ 3.5 വർഷത്തിന് ശേഷമായ മഴ പെയ്യും. സാധ്യതയില്ലാത്ത ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. ആ ബോധ്യം ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിനകത്തിരിക്കുമ്പോൾ ഉണ്ടാകണം. അതുകൊണ്ട് ആ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. സാധ്യമേ എല്ലാം സാധ്യമേ. അത് യേശുവിൻ്റെ നാമത്തിൽ എല്ലാം സാധ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിലും പലതും സാധ്യമാകും. ഇവിടെ ആ മനുഷ്യൻ പറയുക, ഈ ഒരു പവർ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ശക്തിയല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുക, ആ ശക്തി നമ്മളിൽ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബൂസ്റ്റ് കൊടുത്തോ കോംപ്ലാൻ കൊടുത്തോ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ അകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മുടെ വിഷയത്തിന് മറുപടിയായിട്ട് മാറുന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, അകത്ത് നമ്മൾ ക്ഷണിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അകത്ത് നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോഴാണ് പുറമേ നമ്മൾ ടയേർഡാകുന്നത്. പക്ഷേ അകത്ത് ഒരു കത്തലുണ്ടെങ്കിൽ അവിടെ പറയുക ആ ശക്തി നമ്മുടെ അകത്തുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ 16ാമത്തെ വാക്യത്തിൽ പറയുക, അത് ആ ഒരു ഭാഗത്തോട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ആ 16ാമത്തെ വാക്യത്തിൽ പറയും നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയാകുന്ന അമേൻസ്വരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ അതിൻ്റെ 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അകമയുള്ള മനുഷ്യൻ ഇന്ന് ശക്തിയോടെ ആണോ ഇരിക്കുന്നത്? അകമയുള്ള മനുഷ്യൻ ഇന്ന് വേദനിച്ചാണോ ഇരിക്കുന്നത്? അകമയുള്ള മനുഷ്യൻ വലിയ ചോദ്യങ്ങളോടെയാണോ ഇരിക്കുന്നത്? അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരണം. എൻ്റെ യേശു ജീവിക്കുന്നു എന്നുള്ള ശക്തി. ആ ശക്തിയെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്ന. ആ ശക്തിയെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അമേൻ സുരഞ്ഞു കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ശക്തി എന്ന. അമേൻ സുരഞ്ഞു അങ്ങനെയെങ്കിൽ ആ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ മരിച്ചു കിടക്കുന്ന ഏത് സാഹചര്യവും ഉയർക്കുന്ന അനുഭവത്തിലോട്ട് വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം എഫേസ്യ സഭയുടെ ഒരു പശ്ചാത്തലമാണ്. എഫേസ്യ സഭയുടെ ഒരു പശ്ചാത്തലമോ പറയാൻ കാരണം അവരുടെ ശക്തി അവർ അതുവരെ അർത്തിമസിലാണ് കണ്ടത്. പക്ഷേ കാണേണ്ടവനെ നമ്മളും പലപ്പോഴും കണ്ടിട്ടില്ല. നമ്മുടെ ശക്തി പലപ്പോഴും നമ്മൾ മൊബൈലിലാണ് കാണുന്നത്. നമ്മുടെ ശക്തി പലപ്പോഴും നമ്മൾ പാസ്റ്റർമാരിലാണ് കാണുന്നത്. നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശക്തിയാണ് നമ്മളിലെ വ്യക്തിയെ മാറ്റുന്നത്. ആ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മളോട് പറയുന്നു, ആ ശക്തിക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ സാധിക്കും. ആ ശക്തിക്ക് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ സാധിക്കും. ആ ശക്തിക്ക് നമ്മുടെ തകർന്നിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. ആ ശക്തിക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. പറയാൻ പറ്റുമോ? ആ ശക്തി എന്നിലോട്ടൊന്ന് വരണമേ അപ്പ. ആ ശക്തി എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് കൊണ്ടുവരണമേ അപ്പ. എത്ര പേർക്ക് പറയാൻ പറ്റും? ആ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി പറയുന്ന കാര്യമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? സാക്ഷികളായിട്ട് മാറും. അങ്ങനെയെങ്കിൽ നമ്മൾ സാക്ഷികളാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാ, ആ ശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര ദുർബലനാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ കടന്നു ചെല്ലുവാൻ കഴിയാത്ത മേഖലകളില്ല. അത് കാരാഗ്രഹമാകട്ടെ, അത് അതിർത്തികളാകട്ടെ, അത് മറ്റു മേഖലകളാകട്ടെ, അധികാരികളാകട്ടെ, അതിൻ്റെ അകത്തെല്ലാം പരിശുദ്ധാത്മാവിനെ കടന്നു ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ അതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയും, നിങ്ങൾ എന്നെ അനുകരിക്കണം, ഇമിറ്റേറ്റ് മീ എന്ന് പ്രാഗൽഭ്യത്തോടെ അദ്ദേഹം പറയുന്നത്. ആ കാര്യം ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഇന്ന് രാത്രികാലം സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വെളിപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അടുത്ത സെക്ഷൻ അതുമായി കണക്ട് ചെയ്യുന്നതാണ്. 4-ാം അധ്യായം അതുമായി കണക്ട് ചെയ്യുന്നൊരു മേഖലയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു നിമിഷം ഒന്ന് ആ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, ഈ രാത്രികാലം ആ ശക്തി ഞങ്ങളുടെ ഉള്ളിലോട്ട് വരണം. ആ ശക്തി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ആ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആ ശക്തിക്ക് കഴിയാത്തതായി യാതൊരു കാര്യവുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് ഞങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ ശക്തി എവിടെ വരണം? ഹൃദയത്തിനകത്ത് നിന്ന് വരണം. വല്ലാതെ തളർന്നിരിക്കുമ്പോൾ, വാടിയിരിക്കുമ്പോൾ,
മുഖം കൊഴിഞ്ഞിരിക്കുമ്പോൾ ദൈവാത്മാവോട് ചെയ്യാം, ആ ശക്തിയെ ഓർക്കണം, ആ ശക്തിയെക്കുറിച്ച് പറയണം. അതാ വചനം പറഞ്ഞ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആ ശക്തി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വായുവിലൂടെ പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കും, ഇത് കേവലം ഒരു ശക്തിയല്ല, ഇത് കേവലം ഒരു മാനുഷികമായ മേഖലയല്ല, അത് വ്യക്തിയെ രൂപീകരിക്കുന്ന ശക്തിയാണെന്ന് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുമ്പോൾ എത്ര വലിയ പ്രശ്നത്തിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് അതിനുശേഷമാണ് 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം മഹത്വം എവിടെ ഉണ്ടാകണം? ക്രിസ്തുവിൽ ഉണ്ടാകണം. ആ മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുക്കരുത്, ആ മഹത്വം വ്യക്തികൾക്ക് കൊടുക്കരുത്, ആ മഹത്വം മറ്റുള്ളവരിലോട്ട് പോകരുത്. അവിടെ പറയുക, സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ചൊന്ന് കണക്ട് ചെയ്ത് 4-ാം അധ്യായത്തിലൂടെ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, സഭയിലും ക്രിസ്തുവേശുവിലും. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്തുവേശുവിൽ എന്ന് പറയുന്നത്? ക്രിസ്തുവേശുവിൽ എന്ന് പറയാൻ കാരണം, ഈ ശക്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനിലല്ല, നമ്മുടെ കംഫോർട്ടിലല്ല, നമ്മുടെ സക്സസിലല്ല, നമ്മുടെ റെപ്യൂട്ടേഷനിലല്ല, ഇൻ ഹിം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കണം ആ മഹത്വം വരേണ്ടത്. വേദപുസ്തകത്തിൽ കാണുന്ന സുന്ദരമായ ഒരു ഭാഗമുണ്ട് പ്രിയമുള്ളവരെ. അതിങ്ങനെയാണ് പറയുന്നത്, ദൈവം പറയുക, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു കാര്യം ചെയ്തെന്ന് വെച്ചോ, നമുക്കൊരു അവാർഡ് കിട്ടാൻ വേണ്ടി പോവുക. ഏറ്റവും വലിയൊരു ലീഡർ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന നരേന്ദ്രമോദിയും നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു വേദി. നമുക്കൊരു അവാർഡ് കിട്ടണം. അവാർഡ് കിട്ടുന്നവർ നമ്മുടെ പേരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ആളെ മാറ്റിയാൽ നമ്മൾ എന്നാ ചെയ്യും? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ആ അവാർഡ് നമുക്ക് കിട്ടിയില്ല എന്നാ പറയും? അവാർഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വണ്ടിക്കൂലി മുടക്കി അവിടെ വരെ പോയിട്ട് നമ്മൾ എന്നാ പറയും? ഇതിനു വേണ്ടിയിട്ടല്ല. പറയൂ, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് പറയുന്നു തോന്നുന്നില്ല. വിട്ടുകൊടുക്കുമോ? വണ്ടിക്കൂലി മുടക്കി എന്തിനാ ജോലിയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ അത് നമുക്കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? അവിടെ പരസ്യമായിട്ട് പറയാൻ പറ്റിയില്ല, ഒരു സ്റ്റാറ്റസ് എങ്കിലും എടുത്തോളൂ. നമ്മുടെ പ്രത്യേകത അത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്സിൽ പറഞ്ഞതോ, ചെറിയ വിഷയം വരുമ്പോൾ സ്റ്റാറ്റസ് എടുത്തുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, അമ്മാമ്മയ്ക്കല്ലേ അച്ചായന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ചോദ്യം, നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കുമോ? നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും ചെയ്ത, നമുക്ക് വേണ്ടിയിട്ട് സകല മേഖലകളിൽ നമ്മൾ പോലും പോകാത്ത മേഖലയിൽ കർത്താവ് കടന്നു പോയിട്ട് ആ കർത്താവിൻ്റെ മഹത്വം വേറെ ഏതെങ്കിലും വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ എഡ്യൂക്കേഷന് കൊടുക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം, ആ മഹത്വം കർത്താവിനുണ്ടാകണം. ആ മഹത്വം കർത്താവിന് ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ പറയുക, സഭയിലും ക്രിസ്തുവേശുവിലും. അപ്പൊ എന്തുകൊണ്ട് ഈ രണ്ട് കാര്യം കണക്ട് ആയത്? സഭയും ക്രിസ്തുവേശുവും. മഹത്വം ദൈവത്തിന് പോകണം. അപ്പൊ സഭയ്ക്ക് മഹത്വം പോകണം. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മഹത്വം ഇന്ന് പോകേണ്ട സാധ്യത കുറവാണ്. കാരണം മാർഗം കളിയും കസാരകളിയൊക്കെ ആണല്ലോ നമ്മുടെ ചർച്ചിനകത്ത്. നമുക്ക് മാർഗം കളിയുണ്ട്, അറിയാവോ? മാർഗം കളി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാർഗം കളി ഒരു തമാശ രൂപേണ ഞാൻ പറയുന്നൊരു കാര്യം കേട്ടോ. ഒരു മാർഗമില്ലാതെ കളിക്കുന്ന കളി നമ്മുടെ സഭയുടെ അകത്ത് നിന്ന് അങ്ങനെയാണ്. ഒരു മാർഗമില്ലാതെ വരുന്നവനും പോകുന്നവനും വഴി കൂടെ പോകുന്നവനും. പണ്ട് 10ാം ക്ലാസ്സൊക്കെ ഞങ്ങൾ പഠിച്ച സമയത്ത് പശുവിനെ കിട്ടാൻ പോയ ബംഗാളിക്ക് വരെ ഫുൾ A+ ആയിരുന്നു. നമ്മുടെ സഭയുടെ പ്രത്യേകത ഇന്ന് വഴി കൂടെ പോകുന്നവനൊക്കെ കയറി എന്ത് ചെയ്യും? ആ ഒരു ദൂതുണ്ടെന്ന് പറയും, ഒരു പ്രവചനം ഉണ്ടെന്ന് പറയും, അവിടെ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, കണ്ടവർക്ക് കയറി അമേൻ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്ഥലമല്ല ദൈവസഭ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി സംസാരിച്ച കാര്യമാണ്. എല്ലാ കാര്യത്തിനും കയറി നമ്മൾ എന്ത് ചെയ്യരുത്? തല വെക്കരുത്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം, സഭയ്ക്കും ക്രിസ്തുവിനും എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രത്യേകത, സഭ
പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഇന്നത്തെ സഭ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്നോ? പ്രത്യേക ഉദ്ദേശമാണ്. ആരുടെ പ്രത്യേക ഉദ്ദേശമാണ്? നേതാക്കന്മാരുടെ പ്രത്യേകമായ ഉദ്ദേശം. ദൈവസഭ അത് പ്രത്യേകമായ ഉദ്ദേശത്തിന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും സഭയുടെ ഭാഗമാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ ആരും ആക്സിഡൻ്റ് അല്ല. നമുക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തെക്കുറിച്ച് ഭക്തനായ പൗലോസ് പറയുവാണ്, ദൈവത്തിനായി വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം. അവരെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം എന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട്, അദ്ദേഹം ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു മാതാവ്, 72 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 30 വർഷമായി താൻ വിശ്വാസത്തിലോട് വന്നിട്ട് ഒരു ചർച്ചിൽ താൻ ഇങ്ങനെ പോയ സമയത്ത് ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു. യെശയ്യാ പ്രവാചക പുസ്തകം 54-ാം അധ്യായത്തിലെ ഏതോ ഒരു വാക്യം ഈ മാതാവ് ചാടി എടുത്ത് വായിച്ചു. വേറെ ആരും വായിക്കാത്തത് കൊണ്ടാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ സഭയിലുള്ള ആളുകൾ പറയുക, ഈ ബൈബിൾ വായന ആ മുസ്ലിം സഹോദരിക്ക് ആരാണ് കൈവശമാക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട്. ജാതിയിൽ നിന്ന്, മതത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കപ്പെട്ട പല ആളുകളും കടന്നു വരുമ്പോൾ നമ്മൾ പറയും ഇതുപോലൊരു ജാതി ഉണ്ടോ? പാട്ടാ. കല്യാണം വരുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ട്രോളാ, ഏതാ ജാതി, എത്ര രൂപ കിട്ടും, ഇതുപോലൊരു ജാതി ഇല്ല കേട്ടോ, നമ്മളെപ്പോലൊരു ജാതി ഇല്ലെന്ന്. പാട്ടുകാരനൊക്കെ വളരെ മനോഹരമായിട്ട് ജീവിതാനുഭവത്തിൽ നിന്ന് പാടുക, ഇതുപോലൊരു ജാതിയുണ്ട്. ആ ജാതിയെക്കുറിച്ച് പറയുന്നത് അതെന്നെ സംബന്ധം വെച്ചാൽ അത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ജനമാണ്. അതിനെക്കുറിച്ച് പറയുന്നതാ. ഇന്ന് നാട്ടുകാർ പറയുന്നത് എന്തുവാ? സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന കാര്യം ഇതുപോലൊരു അങ്ങനെയാ നമ്മളെക്കുറിച്ച് പറയുന്നതാ. ഇതുപോലൊരു ജാതി ഇല്ല. അത് തിരുത്താൻ നമുക്ക് പറ്റുമോ? ഈ ബൈബിൾ സ്റ്റഡി കഴിയുമ്പോഴേ നമ്മളെ കൂടെ അത് തിരുത്താൻ പറ്റുമോ? ലോകത്തെ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ നന്നാവുകയാണില്ല, നമുക്കൊരു സാക്ഷ്യം ഉണ്ടേല, മീൻസ് ക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരെ ഒരു ബോധ്യം നമുക്കുണ്ടേല, ചിലതിനെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സഭകളിനകത്ത് ജാതീയ ചിന്തകൾക്ക് മാറ്റം വരണം. കാരണം പത്രോസ് എന്ന് പറയുന്ന ആ മനുഷ്യനും ഒരു കാലഘട്ടം വരെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് ജാതികളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് വരുന്നത്. ചില വീടുകളിലോട്ട് നമ്മൾ ഈ പുറത്ത് എഴുതി വെച്ചിട്ടില്ലേ, ഈ ഞാനൊരു മതത്തിനെതിരല്ല, ചില അമ്പലങ്ങളിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. നമ്മുടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊന്നും എഴുതി വെക്കൂല. നമ്മൾ പറയും ഇന്ന ജാതിക്കാർക്ക്, ഇന്ന കളറുള്ളവർക്ക് പ്രവേശനമില്ല. ചോദ്യം, അവിടെ പോയി എങ്ങനെയാ കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ചിന്തകൾക്കൊരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് സഭയിലും ക്രിസ്തുവിലും എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടത്, സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ എന്ന് പറഞ്ഞാൽ ദൈവം വാഴുന്ന ഇടം. നമ്മുടെ സഭകളിനകത്ത് നിന്ന് കർത്താവ് വാഴുന്നുണ്ടോ? കഴിഞ്ഞ തവണ ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞെന്ന് അറിയത്തില്ല, അമേരിക്കയിൽ എവിടെ ഒരു സംഭവം തോന്നുന്നു, ഇവിടെ പറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഒരു വ്യക്തി ഒരു ചർച്ചിൽ ആരാധിക്കാൻ വേണ്ടി കടന്നുപോയി താനിങ്ങനെ ഭയങ്കര ആരാധിച്ചിരിക്കുമ്പോൾ താനൊരു കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പോൾ സഭയിലുള്ള പാസ്റ്ററും ആളുകളും പറഞ്ഞു, നിങ്ങളുടെ സഭ അപ്പുറയാ, പുറത്തുള്ള, നിങ്ങൾ എന്ത് ചെയ്യണം, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ വേദനയോടെ സഭയുടെ അകത്ത് നിന്ന് ഇറങ്ങി. കർത്താവിനോട് ഇദ്ദേഹം ഒരു ചോദ്യമാണ്, കർത്താവേ ഞാൻ അവിടെ പോയപ്പോൾ എന്നെ അവർ പുറത്താക്കിയെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എത്രയോ വർഷമായിട്ട് അവരെന്നെ പുറത്താക്കിയേക്കുവന്നു, എത്രയോ വർഷമായിട്ട് അവരെന്നെ പുറത്താക്കിയേക്കുവന്നു. സഭയ്ക്ക് സഭ എന്നുള്ള പേരേ ഉള്ളൂ. സഭയുടെ അകത്ത് ക്രിസ്തു ഇല്ലാതെ ഇന്ന് പലതും വന്നുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിക്കൂട്ടലുകൾ കാട്ടുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ സഭ മാറുക. അതിനെതിരെ എൻ്റെ പ്രിയ വാത്സല്യ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മാറാൻ പറ്റൂ. നമ്മളാകുന്ന സഭയുടെ അകത്ത് മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെ വരുമ്പോഴാണ് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു മഹത്വം ദൈവത്തിന് കൊടുത്താൽ, നമ്മൾ ആ സഭയുടെ ഭാഗമാകുന്നൊരു ബോധ്യം ഉണ്ടായാൽ, അതുകൊണ്ട് അവിടെ പറയുന്നത് ക്രിസ്തുവിനും സഭയ്ക്കും എന്തുണ്ടാകണം, എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. എന്നാ ആ വാക്കിന് പ്രാധാന്യം എന്നറിയാമോ? ഇന്ന് മഹത്വം അത് പലർക്കും പോയി. മഹത്വം ഇന്ന് പ്രവാചകന്മാർക്ക് പോയി. മഹത്വം ഇന്ന് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നവർക്ക് പോയി.
പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയമുള്ളവരെ, ഈ കൺവെൻഷൻ എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സുവിശേഷ യോഗം എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡിലാണ്. ഇന്നത്തെ കൺവെൻഷൻ എങ്ങനെയാ? ഇന്ന ആളുടെ ഫോട്ടോ ചെറുതായാലും പ്രശ്നമോ? നമ്മുടെ ഇടയിലുള്ള പ്രശ്നമാണേ. എന്നെ ചില ആളുകൾ പാസ്റ്റർ എന്ന് വിളിക്കും, ചില ആളുകൾ പല രീതിയിൽ വിളിക്കും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് എന്നെ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. ഇന്ന് റെവയും ഇന്ന് ഡോക്ടറൊക്കെ ഇല്ലെങ്കിൽ പല ആളുകൾക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. പേരിൻ്റെ തൊട്ട് മുമ്പ് റെവ വേണം, പേരിൻ്റെ തൊട്ട് മുമ്പ് എന്ത് വേണം? ഡോക്ടർ വേണം. നല്ലതാ, ഇതൊക്കെ വേണം, നല്ലതാ. പക്ഷേ ഈ റവയും ഡോക്ടറൊക്കെ വന്നിട്ട് നമ്മുടെ കർത്താവ് ഇല്ലാതെ പോയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. കൊരിന്ത്യ സഭയുടെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ ജ്ഞാനമുള്ളൊരു സഭയാണ്, വളരെ ആത്മീകമായിട്ട് കാഴ്ചപ്പാടുള്ള സഭയാണ്. പക്ഷെ ആ സഭയുടെ അകത്ത് ഒരു ഈഗോ വരുക. എന്തോ ഈഗോ? അവിടെ പറയുക അവരുടെ ജ്ഞാനം അല്ലെങ്കിൽ അവരുടെ വിസ്ഡത്തെ അവരെന്ത് ചെയ്തു? വലിയ രീതിയിൽ കണ്ടു. നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെയാണ് കേട്ടോ. കർത്താവ് എന്ന് ആഗ്രഹിക്കുക സഭ അത് ക്രിസ്തുവിൻ്റെ ആണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. മഹത്വം പോകേണ്ടത് ഇന്നൊരു വ്യക്തിക്കല്ല, മഹത്വം പോകേണ്ടത് ഒരു പാസ്റ്റർക്കല്ല, മഹത്വം പോകേണ്ടത് ഒരു തലത്തിനുമല്ല. പക്ഷെ ദൈവാത്മാവ് നമ്മളോട് അവിടെ സംസാരിക്കുക ആ മഹത്വം ആർക്ക് പോകണം? കർത്താവിലോട്ട് പോകണം. അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് യേശു ക്രിസ്തുവിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ സഭ, അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. കർത്താവിൻ്റെ ആ ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹോളിനെസ്സിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ, കർത്താവിൻ്റെ കൃപയിലായിരിക്കണം സഭ ഇന്ന് എന്ത് ചെയ്യേണ്ടത്? വളരേണ്ടത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും കൂടെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, സഭയാണ്, ക്രിസ്തുവാണ് സഭയുടെ തല. താഴെ കാണുക, ദ ചർച്ച് ഈസ് ഹിസ് ബോഡി. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് അത് രണ്ടും ചേർത്ത് പിടിക്കുന്നത്. തല പലപ്പോഴും മാറിപ്പോവുക, മറ്റു പല തലകളും സഭയുടെ അകത്തോട്ട് വരിക. അങ്ങനെ ഒരു തലയാ അമേൻ സ്വതം. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കി, തൻ്റെ സ്വന്തം രൂപം. നമ്മളിന്ന് അങ്ങനെയാണോ? നമ്മുടെ സ്വന്തം നമ്മുടേതായുള്ള ചില തലകൾ. ഈ കുമ്മനടി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുമ്മനടി എന്തോ അതിൻ്റെ പ്രത്യേകത? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ കുമ്മനടി എന്നാണുള്ളത്? ഒന്ന് പറഞ്ഞായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും. കാരണം നിങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. എന്താ കുമ്മനടി എന്ന് പറഞ്ഞാൽ? എന്തോ കുമ്മനടി? അല്ല, ഇവിടെ ഓസി എന്ന് കേട്ടിട്ടുണ്ടോ? ഓസിന് പോയി എന്നൊക്കെ, ഓസിന് പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്തോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തോ ഈ വാക്കിന്റെ പ്രത്യേകത എന്നാന്ന് പറയാൻ പറ്റൂ? ഫ്രീ ആയിട്ട് പോയെന്നാണോ? ആ, ഫ്രീ ആയിട്ട് പോയതെന്ന് പറയാം. മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ നമ്മൾ കയറി നിൽക്കും. അതിനെയാണ് ഈ കുമ്മനടി എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസികൾ ഇന്ന് അങ്ങനെയാണ്. തല ഉയരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ നമ്മുടെ തല കൊണ്ടുവയ്ക്കും. എന്നിട്ട് തല ഊരാൻ പറ്റുമോ? അത് ഊരാനും പറ്റത്തില്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഈ രീതി കടന്നു പോകുമ്പോൾ ക്രിസ്തുവാണ് തല എന്ന് പറയുന്നത്. ആ ക്രിസ്തുവാകുന്ന തലയുടെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പല തലകളാണ്. പാസ്റ്ററുടെ ഒരു തല, സെക്രട്ടറിയുടെ ഒരു തല. ഈ തലകളെല്ലാം ഉയർന്നു വന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് പല സഭകളിൽ ഇല്ലാതെ പോവുക. ചോദ്യം, നമ്മളായിരിക്കുന്ന സഭയിൽ ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാകുന്ന നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് തലകളല്ല ഉയരേണ്ടത്, ക്രിസ്തുവാകുന്ന തല ഉയരണം. അതുകൊണ്ട് ആ ഭക്തനായ ആ മനുഷ്യൻ പറയുന്നത്, ആ മനുഷ്യൻ എന്തിനാ ഈ ഒരു കാര്യം അവിടെ എടുത്തു പറയുന്നതെന്ന് അറിയാമോ? അർത്തിമേസിനായിരുന്നു പലരും തലയായി കണ്ടുകൊണ്ടിരുന്നത്. അവളെയായിരുന്നു പലരും ഫലപുഷ്ടിയുടെ ദൈവമായിട്ട് കണ്ടത്. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ദൈവത്തെ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോലെയാണ്. എന്തോ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത? അപകടം വരുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് ഡിഡക്ഷനൊക്കെ കിട്ടും. രോഗം വരുമ്പോൾ കർത്താവ്, പ്രശ്നം വരുമ്പോൾ കർത്താവ്, അപകടം വരുമ്പോൾ കർത്താവ്. ഇതൊന്നും ഇല്ലാത്തപ്പോൾ കർത്താവ് ഏതെങ്കിലും സൈഡിലാണ്.
ആണോ? അതിന് ഒരു മാറ്റം ഉണ്ടാകണം. കർത്താവും സഭയും ഒരുമിച്ച് ഇവിടെ പറയുന്നത് അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് സഭയെ ചേർക്കാനാണ് വരുന്നത്, തലകളെ ചേർക്കാനല്ല വരുന്നത്. സഭയെ ചേർക്കുമ്പോൾ തല ഉയർത്തിപ്പിടിക്കുവാൻ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. എന്നിട്ട് പറയുക അതെന്ത് ചെയ്യണം? എല്ലാ തലമുറയായിട്ടുണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ, ചരിത്രകാരന്മാർ, ഇന്നുള്ള സകല ആളുകളെക്കാൾ ക്രിസ്തു എന്ത് ചെയ്യണം? എല്ലാ ജനറേഷനിലും, അതല്ലേ ആ പാട്ട് പറയുന്നത്, എല്ലാ നാവും പാടി വാഴ്ത്തും. എല്ലാ നാവും പാടണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പലപ്പോഴും നമ്മുടെ കർത്താവിന് ആ ഒരു രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ആ ഒരു ഭാഗത്ത് ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോവുക. ആ ഒരു കാര്യത്തെ 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അവിടെ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ. മഹത്വം ഉണ്ടാകട്ടെ എന്ന ചോദ്യം. എന്ന മഹത്വം ആർക്കാ പ്രിയമുള്ളവരെ പോകുന്നത്? മഹത്വം ഏതെങ്കിലും കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് പോകുന്നുണ്ടോ? മഹത്വം ഏതെങ്കിലും കൊയറിന് പോകുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളത് അംഗീകരിക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ ലീഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ മെസ്സേജ് മോശമാണെങ്കിൽ നമുക്ക് മെസ്സേജ് മോശമെന്ന് പറയാൻ പറ്റുമോ? നമ്മളെന്നാ പറയും? കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി വളരെ ശക്തമായി നമ്മളോട് ശുശ്രൂഷിച്ചു, വളരെ വിലപ്പെട്ട മുത്തുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഇട്ട് തന്നു. മെസ്സേജ് മോശമെന്ന് പറയാൻ പറ്റുമോ? മെസ്സേജ് മോശമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളെന്നാ ചെയ്യും? മഹത്വമൊക്കെ അവർക്ക് കൊടുത്ത് ആ സംഭവം ശരിയാ, ആള് കഷ്ടപ്പെട്ട്, ഞാൻ എന്നെ തന്നെ അങ്ങ് പറയാം. അപ്പോൾ വേറെ ആർക്കും കുഴപ്പമില്ലല്ലോ. ആള് കോട്ടൊക്കെ ഇട്ട് ഒരു ചുവന്ന ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഇരിക്കുക, അതിൻ്റെ ആളെന്ത് ചെയ്യുക? ആ ഭയങ്കര മെസ്സേജാ എന്ന് പറയുമ്പോൾ മഹത്വം ആർക്കാ പോകുന്നേ? മഹത്വം ആർക്കാ പോകുന്നേ? ആ മഹത്വം വ്യക്തികളിലോട്ടല്ല പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞാൽ തലമുറയായിട്ട് ആ മഹത്വം പോകേണ്ടത് ദൈവത്തിനാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിൻ്റെ താഴോട്ടേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 20-21 വാക്യോടെ കണക്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ ശക്തി ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ മഹത്വീകരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചർച്ച് ഒരിക്കലും അതിനു വേണ്ടിയിട്ടല്ല നിൽക്കേണ്ടത്, പക്ഷേ കർത്താവിൻ്റെ ആ ഒരു മഹത്വത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് പല പ്രോഗ്രാമുകളുണ്ട്. നിങ്ങളിത് അംഗീകരിച്ചാലില്ലേ ഞാനത് പറയും. നമ്മുടെ സഭകളുടെ അകത്ത് പല പ്രോഗ്രാമുകൾ ഇന്നുണ്ട്. ഫാസ്റ്റിംഗ് പ്രയർ എന്നൊരു പ്രോഗ്രാമാണ്. ഫാസ്റ്റിംഗ് പ്രയർ എന്നൊരു പ്രോഗ്രാമാണ് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രോഗ്രാമാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒരു പ്രോഗ്രാമായിട്ട് മാറുമ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച, എന്നെ പോലും തെറ്റിദ്ധരിപ്പിച്ചൊരു മേഖലയാണ്. ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഉപവാസം എങ്ങനെയാണ് ചെയ്യേണ്ടത്? മത്തായി സുവിശേഷത്തിൽ പറയും ഉപവാസം പരസ്യത്തിലാകരുത്, ശാസ്ത്രിമാരെ പോലെ പരീക്ഷന്മാരെ പോലെ തലയിൽ എണ്ണ വെച്ച് പുറത്ത് നടന്ന് ഉപവാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഉപവാസം എങ്ങനെയായിരിക്കണം? രഹസ്യത്തിലായിരിക്കണം. ഇന്ന് നമ്മുടെ ഉപവാസം രഹസ്യത്തിലാണോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. 21 ഡേയ്സ് ഫാസ്റ്റിംഗാണ്. അപ്പോൾ ഇന്നലെ ഡേ 1 അപ്പോൾ ഇന്നലെ താനിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ടെക്നോളജി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തും ഏത് രീതിയിലും ചെയ്യാം. പുള്ളി ഇങ്ങനെ നിലത്തിരിക്കുന്നു, ബൈബിളിലോട്ട് നോക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ തീ ഇങ്ങനെ ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ഡേ 1 ഫാസ്റ്റിംഗ്. ഇന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? 2-ാമത്തെ ദിവസം ഡേ 2 ഫാസ്റ്റിംഗ്. അദ്ദേഹം ഇരിക്കുന്നു, തലയിലൊരു ഷാള് പോലൊരു സംഭവം ഇടുന്ന ഒരു പുരുഷനാണ്. ഡേ 2 ഫാസ്റ്റിംഗ്. നാളെ ഇപ്പോൾ തല മൂടിയിട്ടാണോ ഇനി ഇരിക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇന്ന് പലതും ഒരു പ്രഹസനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്ന് ഞാൻ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഉപവാസം നിങ്ങൾ പബ്ലിക്കിലോട്ട് പറയേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും ഇന്നൊരു കോപ്രായമായിട്ട് മാറുക, പലപ്പോഴും പല കാര്യങ്ങളും ഒരു പ്രഹസനമായിട്ട് മാറുക അല്ലേ? അവിടെ നിന്ന് ദൈവം നമ്മളെക്കുറിച്ച് അതാ പറയുന്നത്. ഈ ഒരു വചനത്തിൻ്റെ ആഴത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുക. നമ്മുടെയൊക്കെ പല വിടുതലുകളുടെ തടസ്സമായി നിൽക്കുന്നുണ്ടെന്നറിയാമോ? ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മഹത്വം നമ്മളിലൂടെ പോകുന്നത്. അതാണ് ഈ നെബൂഖദ്നേസറിന് പറ്റിയത്. അദ്ദേഹം എന്ത് ചെയ്തു? മഹത്വം തനിക്കെടുക്കാൻ വേണ്ടി നോക്കി.
അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം കൂടെ ഞാൻ പറയട്ടെ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്, അതുപോലെ ഈ ദാനിയേൽ, 4 പേരൊഴികെ സകല ആളുകൾ അവിടെ എന്ത് ചെയ്തു? മുട്ടുമടക്കി. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് മുട്ടുമടക്കിയത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അവർ ഒഴികെയുള്ള ബാക്കി എല്ലാവരോടും മുട്ടുമടക്കിയത്? അത് നമ്മുടെ ഒരു കാര്യം ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഉത്തരവുണ്ടോ എന്തുകൊണ്ടാണ് മുട്ടുമടക്കിയതെന്ന്? എന്തുകൊണ്ടായിരിക്കും? അത് ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കൊണ്ടാണ്. അപ്പോൾ ചോദ്യം, ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? 1-ാം അധ്യായത്തിൽ രാജാവ് എന്ത് ചെയ്തു? കുറേ കാര്യങ്ങൾ ഓഫർ ചെയ്തപ്പോൾ ഈ 4 പേരൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ആ ഭക്ഷണം കഴിച്ചു. സദൃശ്യവാക്യത്തിൽ നിന്ന് ഞാൻ ആ ഒരു കാര്യം തെളിയിച്ചു തരാം. സദൃശ്യവാക്യത്തിൽ ആ ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാഗം നമ്മൾ ചിന്തിക്കാത്തൊരു തലവാണ്. സദൃശ്യവാക്യം എനിക്ക് തോന്നുന്നു 23-ാം അധ്യായം. നീ അധിപതിയോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിൽ ഇരിക്കുന്നത് ആരെന്ന് കരുതി കൊള്ളുക. അടുത്ത വാക്ക്, നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അടുത്തത് ശ്രദ്ധിച്ചോണം, അവൻ്റെ സ്വാദു ഭോജനങ്ങളെ നീ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. എന്തോ അതിൻ്റെ പ്രത്യേകത? ആ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവരവിടെ അവരുടെ ആത്മീക ഐഡന്റിറ്റി കോംപ്രമൈസ് ചെയ്തു. എന്നാൽ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും അവര് തീരുമാനമെടുത്തു. എന്ത്? ഞങ്ങള് രാജാവിന്റെ ഭക്ഷണം കൊണ്ടും രാജാവിന്റെ ഭോജനം കൊണ്ടും എന്താകത്തില്ല, ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ ബിംബത്തിന്റെ മുമ്പാകെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റിയത്. ഭക്ഷണം അതൊരു വിഗ്രഹമാണ്. ഇന്ന് ഭക്ഷണം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം, 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ ഭക്ഷണം വല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു നേരമൊക്കെ കഴിക്കുന്ന 1 കിലോ ചിക്കൻ അധികമാണ്. ഒരു നേരം ഭക്ഷണം അതൊരു കാര്യമായിട്ട് മാറുമ്പോൾ അങ്ങനെ നെബൂഖദ്നേസർ ഉയർത്തിയ ആ ഒരു കാര്യത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം എന്ത് ചെയ്തു? മുട്ടുമടക്കിയെന്ന്. ശ്രദ്ധ, നമ്മുടെ ചില കാര്യങ്ങൾ, നമ്മളായിരിക്കുന്ന ചില മേഖലകൾ, എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭക്തന്മാരായ അവരൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് അവർ ആ മഹത്വം ദൈവത്തിന് കൊടുത്തത്. നമ്മുടെ മഹത്വം അത് ദൈവത്തിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ മഹത്വം അത് വ്യക്തികളിലോട്ട് പോകരുത്. ഇന്ന് മഹത്വം പല വ്യക്തികളിലോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യത്തെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന അത് നമ്മുടെ ആവശ്യങ്ങളിൽ തുടങ്ങണം, അത് അവസാനിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിലായിരിക്കണം. ഒരിക്കലൊരു ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. പ്രാർത്ഥന തുടങ്ങുന്നത് നമ്മുടെ ആവശ്യങ്ങളിലും അത് അവസാനിപ്പിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിലുമായിരിക്കണം. ഇന്നൊരു 45 മിനിറ്റ് പ്രാർത്ഥന ഉണ്ടേല, 44 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലാസ്റ്റ് 2-3 സെക്കൻഡ് ദൈവത്തിന് മഹത്വം കൊടുക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾ തുടങ്ങിക്കോ, പക്ഷേ അതിൻ്റെ മഹത്വം ദൈവത്തിനാകണം. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചൊരു കാര്യം, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറഞ്ഞപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഓട്ടോമാറ്റിക് വിടുതൽ നടക്കുന്നത് കാണാൻ തുടങ്ങി. യോബിൻ്റെ പ്രത്യേകത അതാ. താൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ വിടുതൽ നടന്നു. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ഉയർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ, അത്യുന്നതനായ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ, നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ദൈവത്തിനായിരിക്കണം മഹത്വം വരേണ്ടത്. ആ ഒരു രീതിയിൽ ആ ഒരു കാര്യം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടിലൂടെ ഞാൻ വരുക. എന്നിട്ട് 4-ാമത്തെ അധ്യായം ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? മാപ്പ് എന്തുമായിരുന്നു? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ മുമ്പാകെ ഒരു മിസ്റ്ററി ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ആ കർത്താവ് നമ്മുടെ മുമ്പാകെ ആ മനുഷ്യൻ മറ്റുള്ള 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ ഒരു മിസ്റ്ററി ആയിരുന്നു, ഒരു ചരിത്രമായിരുന്നു, ആർക്കും വെളിപ്പെടാത്തതായിരുന്നു. പക്ഷേ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലൂടെ നമുക്കൊരു ആക്സസ് കിട്ടി ആ ദൈവത്തിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട്. ആ 1-ാം അധ്യായമായി കണക്ട് ചെയ്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദത്തെടുക്കപ്പെട്ടവർ, കർത്താവിനാൽ മുദ്രയിടപ്പെട്ടവർ എന്നുള്ള ആ മുദ്ര കാരണം നമുക്ക് എന്ത് കിട്ടി? ഒരു ആക്സസ് കിട്ടി. അതിനുശേഷമായിട്ട് 14 തൊട്ട് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്യങ്ങൾ വരെ നമുക്ക് എന്ത് കിട്ടി? ഒരു ആക്സസ് കിട്ടി, ഒരു എക്സ്പീരിയൻസ് കിട്ടി, ഒരു പൊസഷൻ കിട്ടി.
അതാ നമ്മൾ വായിച്ച 20-21 വാക്യത്തിൽ പറയുന്ന ആ ഒരു കാര്യം, അത്യന്തം പരമായി വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു. ആ മിസ്റ്ററി നമ്മുടെ മുന്നിലും ഒരു മിസ്റ്ററി ആയിരുന്നു. എന്നാൽ ആ മിസ്റ്ററി എന്ത് ചെയ്തു? ദൈവം നമ്മുടെ മുമ്പാകെ ആക്സസ് ചെയ്തു, നമുക്ക് തുറക്കാൻ പറ്റി. അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഒരു പൊസഷൻ കിട്ടി. ആ ഒരു രീതിയിലാണ് 3-ാമത്തെ അധ്യായം വരുന്നത്. അപ്പം 3-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അത് ദൈവത്തിൻ്റെ ഒരു റോഡ് മാപ്പാണ്. ദൈവത്തിൻ്റെ ഒരു റോഡ് മാപ്പാണ്. ദൈവം ആരാന്ന് തെളിയിക്കുന്നത്. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. യെസ്. നമ്മള് മാപ്പ് എന്നുള്ളതിന് മിസ്റ്ററി, ആക്സസ് ആൻഡ് പവർ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഈ രണ്ട് കാര്യത്തോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പവർ എന്നുള്ളതും പൊസഷൻ എന്നുള്ളതും രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തെ കാണിക്കുന്നു, പവർ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയെ കാണിക്കുന്നു. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിലോട്ട് എന്ത് വന്നു? ഒരു പൊസഷൻ വന്നു എന്ന് പറഞ്ഞാൽ ആ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായിട്ടുള്ള ഒരു പൊസഷൻ. ആ കാര്യത്തെ പവർ എന്നുള്ള രീതിയായിട്ട് കണക്ട് ചെയ്താലും അവിടെ ഈ ശക്തി എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: മിസ്റ്ററി, ആക്സസ്, പൊസഷൻ ബാർ പവർ. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുക. അതൊരു മിസ്റ്ററി ആയിരുന്നു, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഒരു പൊസഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു പവർ കിട്ടി. ആ പവറാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തി. അത് 2-ാം അധ്യായം 16-ാമത്തെ വാക്യം, 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ പവർ എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ പവറും ഈ 3 കാര്യങ്ങൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മാപ്പ് അത് നമുക്കൊരു മഹത്വത്തിലോട്ട് വന്നു. മിസ്റ്ററി, ആക്സസ്, പൊസഷൻ അല്ലെങ്കിൽ പവർ അതൊരു മഹത്വത്തിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ കാര്യവും ആ ഒരു മിസ്റ്ററിയിൽ ആരംഭിച്ച് അത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിലോട്ടായിരിക്കണം എന്നൊരു ചിന്തയാണ്. ഈ 3-ാം അധ്യായത്തിൽ പ്രിയമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? 3-ാം അധ്യായം ക്ലിയർ ആണോ? ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു കാര്യം, ഈ മിസ്റ്ററി നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റിയത്? നമ്മുടെ കഴിവുകൊണ്ടല്ല. അവിടെ ഓർക്കണം, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കൊരു പൊസഷനായിട്ട് അല്ലെങ്കിൽ പവറായിട്ട് മാറിയത്? അത് കർത്താവ് നമ്മളിലോട്ട് പകർന്ന് നൽകിയത് കൊണ്ടാണ്. അപ്പോൾ 3 അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാറുകളെ കുറിച്ച് പഠിച്ചു. 2-ാം അധ്യായത്തിൽ നമ്മൾ PPFനെ കുറിച്ച് പഠിച്ചു, PSCയെ കുറിച്ച് പഠിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യം മാപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ കോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ PPFിലോട്ട് പോയി. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു PSC എഴുതണമായിരുന്നു. ആ PSC എഴുതാൻ വേണ്ടിയിട്ട് ഒരു മാപ്പ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ആ കോഡ് നിങ്ങൾ മറന്നു പോകരുത്. കാരണം ഇനിയുള്ള അധ്യായവും നമ്മൾ കോഡ് വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ചോദിക്കാം, 1-ാം അധ്യായം ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടെ, ആ കോഡ് എന്താണെന്ന് പറഞ്ഞാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ കോഡ്, 1-ാം അധ്യായത്തിൻ്റെ കോഡ് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ക്യാമറ ഓഫ് ആക്കി വെച്ചിരിക്കും. കാസ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ കോഡ് എന്തായിരുന്നു? 2-ാം അധ്യായത്തിൻ്റെ കോഡ് PPF അല്ലെങ്കിൽ PSC. PPF അല്ലെങ്കിൽ PSC പ്രോബ്ലം സൊല്യൂഷൻ കൺക്ലൂഷൻ. PPF പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു, നമുക്കൊരു ഫ്യൂച്ചർ ലൈഫ്, നമുക്കൊരു പ്രസന്റ് ലൈഫ് ഉണ്ട്, അതിനുശേഷമായിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട്. 3-ാം അധ്യായത്തിന്റെ കോഡ് എന്തായിരുന്നു? മാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മിസ്റ്ററി ആയിരുന്നു, അത് നമുക്ക് ആക്സസ് ചെയ്തു, അതിലൂടെ നമുക്കൊരു പൊസഷൻ അല്ലെങ്കിൽ ഒരു പവർ നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ 4-ാമത്തെ അധ്യായത്തിലൂടെ പോകുന്ന കോഡ്, 4-ാം അധ്യായത്തിൻ്റെ കോഡ്. നിങ്ങൾ എല്ലാവരും ബോറടിച്ചോ? നമുക്ക് ചെറിയൊരു എക്സസൈസ് ചെയ്യാം. ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടാകണം. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു 10 വരെ എണ്ണാൻ പറയാം. 10 വരെ ഞാൻ എണ്ണം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റില്ലായിട്ട് നിൽക്കണം, അനങ്ങരുത്. എനിക്ക് ആകെ 5 ക്യാമറയെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഈ എക്സസൈസിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളെ ക്യാമറ ഒന്ന് ഓണാക്കാവൂ. നിങ്ങളിപ്പോൾ എവിടെയാണ് സ്റ്റില്ലായിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബെഡിലാണോ സ്റ്റില്ലായി കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതോ നിങ്ങൾ ഏത് മേഖലയിലാണ് സ്റ്റില്ലായിട്ടിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ക്യാമറ ഒന്ന് ഓണാക്കാവോ? ഒരു 10 സെക്കൻഡിലോട്ട് നിങ്ങൾക്കൊന്ന് ക്യാമറ ഓണാക്കാൻ പറ്റൂ. ഒരു എക്സസൈസ് ചെയ്ത് നമ്മളൊരു കാര്യം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 6 പേരുടെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ബാക്കിയുള്ളവർ ഒരു കാര്യം, ഇങ്ങനൊരു കാര്യമായിട്ട് ഞാൻ പറയാൻ പോവുക. ഞാൻ 1 തൊട്ട് 10 വരെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ സ്റ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റില്ലായിട്ടിരിക്കണം.
ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ആക്ഷനൊക്കെ കാണിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹല്ലേലിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ സ്റ്റില്ല് പറയും, എന്നിട്ട് ഞാൻ 1 to 10 വരെ കൗണ്ട് ചെയ്യും. നിങ്ങളിപ്പോൾ എല്ലാവരും സ്റ്റില്ലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നതുപോലെയോ, കാരണം നിങ്ങളുടെ ആ കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടണം, എന്നാലേ 4-ാം അധ്യായത്തിലൂടെ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. 4-ാം അധ്യായം ഭയങ്കര മീൻസ് ക്രൂഷ്യലായിട്ടൊരു മേഖലയാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ സാധാരണ നോർമലി വീട്ടിലോട്ട് ആരെങ്കിലും വന്നാൽ നമ്മൾ എന്നാ ചെയ്യണം, ഒന്ന് വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലൊരു കാര്യങ്ങളൊന്ന് ക്രമീകരിച്ച് ഒന്ന് വീട്ടിലോട്ടൊന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലാക്കിക്കോ, ഒന്ന് സംസാരിച്ചാട്ടെ. നിങ്ങൾ മ്യൂട്ട് തന്നെയാണ്, പക്ഷെ മ്യൂട്ടായിട്ട് തന്നെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഹാൻഡ് ഷേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തൊന്ന് ആയിരുന്നാട്ടെ. ഞാൻ സ്റ്റില്ല് പറയുമ്പോൾ നിങ്ങൾ സ്റ്റില്ലായിരിക്കണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നത് അതിഥികളെ മാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവാണല്ലോ. കാരണം ഇത് നിങ്ങളുടെ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കാര്യം മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ആരും സംസാരിക്കാതെ കൊണ്ട് ഞാൻ സ്റ്റില്ല് പറയാം. ഇനി ഞാൻ സ്റ്റില്ല് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 10 വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അനങ്ങരുത്. ആ ക്യാമറ ഓഫാക്കിയ ആളുകൾ നോക്കിക്കോണം ആരനങ്ങുന്നതെന്നുള്ള കാര്യം. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്റ്റിൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലീസ് ചെയ്തു. ഈ സ്റ്റില്ലായിട്ടിരുന്ന എന്നാ ആകുമായിരുന്നു, സ്റ്റില്ലായിട്ട് ഒരു മിനിറ്റ് ഇരുന്നാൽ വീട്ടുകാർ വന്ന് പറഞ്ഞാൽ ആള് സ്റ്റില്ലായി പോയെന്ന് പറഞ്ഞാലേ, അങ്ങനെ സ്റ്റില്ലായിട്ടാണെന്ന് ഇരിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്തു, ഒന്ന് ഓക്കെയായി. ഇനി ജസ്റ്റ് ഒന്ന് ശ്വാസം ഒന്ന് എടുത്ത് വിട്ടെ. ഒരു 3-4 തവണ നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു കാര്യത്തില്ല. നിങ്ങൾ ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 പ്രാവശ്യം ചെയ്ത്. ആരും ഉറങ്ങിപ്പോകല്ലേ. നമുക്ക് ഈ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകേണ്ട സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തുവായി, മതി, നമ്മുടെ മൈൻഡ് എന്തുവായി, ഫ്രീ ആയി. എന്തിനെന്നറിയാമോ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനോട് നമ്മൾ കിടക്കാൻ പോവുക. ഞാൻ നേരത്തെ ചെയ്ത എക്സസൈസും ഇനിയുള്ള ക്ലാസ്സിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൂടെയാണ് നമ്മളിനി കിടക്കാൻ പോകുന്നത്. നമ്മുടെ 4-ാം അധ്യായത്തിൻ്റെ കോഡ് വാക്ക്. 4-ാം അധ്യായത്തിൻ്റെ കോഡ് വാക്ക്. എന്തുവായിരിക്കും വാക്ക് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്തുവാ പ്രിയമുള്ളൊരു വാക്ക്? ഈ വാക്ക് എന്ന് പറയുന്ന വേർഡാണ്. വാക്ക് എന്ന് പറയുന്ന ഈ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട് വരുന്ന കാര്യം എന്തുമായിരിക്കും? വാക്ക് എന്ന് പറയുമ്പോൾ ആരെങ്കിലും സ്റ്റില്ലായിട്ടിരിക്കൂ. വാക്ക് എന്ന് പറയുമ്പോൾ ആരെങ്കിലും സ്റ്റില്ലായിട്ടിരിക്കൂ. വാക്ക് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും നമ്മൾ ചെയ്യുക? വാക്ക് എന്ന് പറയുമ്പോൾ നടക്കും, ചലിക്കും, മൂവ്മെൻറ്റും ഉണ്ടാവും അല്ലേ? മൂവ്മെൻ്റ് ഉണ്ടാവും. മൂവ്മെൻ്റ് ഉണ്ടോ എല്ലാവർക്കും? മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരു ഹായ് ഒക്കെ തന്നെ. മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്യാമറയിൽ ഒരു ഹായ് തന്നെ. എല്ലാവർക്കും മൂവ്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് 1-ാമത്തെ അധ്യായത്തിൻ്റെ കോഡ് കാർസ്, 2-ാമത്തെ അധ്യായത്തിൻ്റെ കോഡ് PPF അല്ലെങ്കിൽ PSC, 3-ാമത്തെ അധ്യായത്തിൻ്റെ കോഡ് മാപ്പ്, 4-ാമത്തെ അധ്യായത്തിൻ്റെ കോഡ് വാക്ക്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. WALK, വാക്ക്. ആ വാക്ക് എന്ന് പറയുന്ന കാര്യം ഭയങ്കര പ്രയോറിറ്റി ഉള്ളതാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തേ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഏതെങ്കിലും മേഖലയുടെ അകത്ത് ഇന്ന് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും മേഖലയുടെ അകത്ത് ഇന്ന് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നവർ തോന്നുന്നുണ്ടോ? ചില ചോദ്യങ്ങളുടെ മുമ്പാകെ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പാകെ, ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ വണ്ണം സ്റ്റക്കായിട്ട് നിൽക്കുവാന്നോ? സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ ആ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. കർത്താവേ ആ സ്റ്റക്കായിട്ട് നിൽക്കുന്ന മേഖലകൾക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മളൊന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ ഞങ്ങളുടെ കരങ്ങളോട് ഞങ്ങൾ അടുത്ത് വരും. ഞങ്ങൾ 4-ാമത്തെ അധ്യായത്തിലൂടെ കടക്കുമ്പോൾ വാക്ക് എന്ന് പറയുന്ന ഒരു വേർഡിലൂടെ ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ പലതും നിശ്ചലമായിട്ട് നിൽക്കുക, പലതും മൂവ് ചെയ്യാതെ ഇരിക്കുക. അതിൻ്റെ അകത്ത് കർത്താവേ അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ് ശക്തനാക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിനകത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് അടുത്തൊരു ഇമേജസ്, അതെനിക്ക് കുറച്ച് ഉത്തരങ്ങൾ വേണം. വാക്കിംഗ് വേഴ്സസ് സ്റ്റാൻഡിങ്, 2 ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
2 ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചോദ്യം ഇതാ, ക്യാൻ യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ ബൈ ജസ്റ്റ് സ്റ്റാൻഡിങ് സ്റ്റിൽ? നമ്മളൊരു സ്ഥലത്ത് നിന്നാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലൂടെ നമുക്ക് പോകാൻ പറ്റൂ? ഒന്ന് പറഞ്ഞാട്ടെ. നമ്മളൊരു സ്ഥലത്ത് നിശ്ചലമായിട്ട് നിന്നാൽ നമുക്കൊരു ഡെസ്റ്റിനേഷനിലൂടെ എത്താൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ഞാൻ വയനാട്ടിലോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചോ. നെവർ. ഓക്കെ, നിങ്ങളെല്ലാവരെയും ഞാൻ വയനാട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. വയനാട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ കോഴിക്കോട് നിന്നു. കോഴിക്കോട് എത്തിയിട്ട് പറയുക നിങ്ങൾ വയനാട് എത്താറായെന്ന് പറഞ്ഞാൽ വയനാട് എത്തൂ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കോഴിക്കോട് നിന്ന് ബസ് കയറണം, ബസ് കയറി വരണം. പക്ഷേ ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില മേഖലകളകത്ത് 4-ാമത്തെ അധ്യായത്തിൻ്റെ ക്രൂഷ്യലായിട്ടൊരു മേഖലയിലൂടെ നമ്മൾ കിടക്കാൻ പോവുക. ചില മേഖലകളകത്ത് നമ്മൾ നിശ്ചലമായിട്ട് നിൽക്കുന്നത്. ആ ഇമേജസിന് 2 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ ഇമേജ് ഒരു നദിയുടെ അല്ലെങ്കിൽ എന്നാ പറയുക അതുപോലുള്ള ഒരു ദ്വീപിൻ്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്ന പോലെയാണ് അല്ലേ? നിങ്ങൾക്ക് ആ ഇമേജ് കാണാൻ പറ്റുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് എന്തില്ല? ഫ്രണ്ടിലോട്ട് വഴി കാണാൻ പറ്റുന്നുണ്ടോ? വഴി കാണാൻ പറ്റുന്നില്ല. ഒരു തോണിയൊക്കെ ഉണ്ട്, പക്ഷെ ആ തോണിയും ഒത്തിരി ഡിസ്റ്റൻസില്ല അല്ലേ? ചോദ്യം, ഓക്കെ, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ യാതൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചില വിഷയത്തിനകത്ത് നമ്മൾ അങ്ങനെയാണെന്ന് നിൽക്കുന്നത്. മുന്നോട്ടേക്ക് പോകാൻ യാതൊരു വഴിയും കാണുന്നില്ല, മുന്നോട്ടേക്ക് പോകാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഈ മനുഷ്യൻ അവിടെ നിന്ന് വാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ആ വെള്ളത്തിലോട്ട് വീഴും. തോണി അടുത്തുകൊണ്ടേ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ മൊമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ദൈവാത്മാവ് ഇടപെടാൻ പോവുക 4-ാമത്തെ അധ്യായത്തിലൂടെ. സ്റ്റക്ക് ആയതുപോലെ തോന്നുമെങ്കിൽ, ഇനി മൂവ് ചെയ്യാൻ പറ്റാത്തതുപോലെ തോന്നുമെങ്കിൽ 2-ാമത്തെ ഇമേജസ് നോക്കിക്കേ. 2-ാമത്തെ ഇമേജിൻ്റെ പ്രത്യേകത അവിടെ വഴിയുണ്ട്. വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വഴി കാണാൻ പറ്റും. ആ വഴിയിലൂടെ എത്ര ദൂരം വേണമെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റൂ? ആ വഴിയിലൂടെ എത്ര ദൂരം വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ പ്രിയമുള്ളവരെ? പോകാൻ പറ്റും അല്ലേ? ആ പുള്ളിക്കാരനെ നോക്കിയാൽ മതി. ഒരു ഹെഡ്സെറ്റും ഉണ്ട്, ഒരു ബാഗും ഉണ്ട്, ആളുടെ മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? ആൾക്ക് മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഫസ്റ്റത്തെ ആൾക്ക് മൂവ്മെൻ്റ് ഇല്ല. ഫസ്റ്റത്തെ ആൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കണക്ട് ചെയ്യാൻ പോകുക. അതിനെ വാക്കിംഗ് വേഴ്സസ് സ്റ്റാൻഡിങ് നമ്മുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളിലോട്ട് വാക്ക് ചെയ്യുമ്പോൾ ചിലതിന് നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് മൂവ്മെൻറ്റുകൾ ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്താൽ ചില സ്റ്റെപ്പ് ഇന്ന് രാത്രിക്കാലം ഒന്ന് വയ്ക്കാൻ തയ്യാറാവുന്നെങ്കിൽ ചിലരോടുള്ള ബന്ധത്തെ ഞാൻ കൃത്യയോടെ സംസാരിക്കാം. വഴി അടഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് നമ്മുടെ വിശ്വാസത്തെ മുന്നോട്ട് പോകണം. വഴി കാണുന്നില്ല, വഴി അറിയത്തില്ല, എന്ത് നടക്കുമെന്ന് അറിയത്തില്ല, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ പറയുക എന്നറിയാമോ? വാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ നമ്മൾ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗോളിലോട്ട് അടുത്തെത്തും. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുമെന്ന് വെച്ചോ, വല്ലാതെ ശോകമെന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ മാറ്റി വെച്ചെന്ന് വെച്ചോ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഒരു കാര്യം ഞാൻ അതിലൂടെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 46 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ നഥനയേൽ പറയുന്നൊരു കാര്യം, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അങ്ങനെയാണെന്നോ നമ്മൾ ഇരിക്കുന്നത്? നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പ്രത്യേകത ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നസ്രത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത അത് ഡീഗ്രേഡ് ചെയ്തൊരു പട്ടണമോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിലയില്ലാത്തൊരു പട്ടണമോ. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നമ്മളിപ്പോൾ നസ്രത്തിലാണോ നിൽക്കുന്നത്? ഉത്തരം കിട്ടാതെ ചില നസ്രത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? ഈ നഥനയേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ്. പക്ഷെ ആ മനുഷ്യനെ ചോദിക്കുന്നത് വല്ല നന്മയും വരുമോ? നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയാണോ നിൽക്കുന്നത്? സ്റ്റക്കായിട്ട്, മുന്നോട്ട് പോകാൻ കഴിയാതെ, പ്രതീക്ഷയൊന്നുമില്ലാതെ. ഇതൊരു വചന ക്ലാസ് ആണ് എങ്കിലും ദൈവാത്മാവിനെ ഞാൻ സംസാരിക്കാം. ചില വിഷയത്തിനകത്ത് അങ്ങനെയാണോ? വഴി കാണുന്നില്ല, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇന്ന് നമ്മുടെ ഉള്ളിലോട്ടൊരു ശക്തി വരണം. ആ ശക്തിയെക്കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചു. അതാ ഈ ഒരു ഭാഗത്തോട് കണക്ട് ചെയ്യുന്നത്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേൽ ചോദിക്കുക, ഫിലിപ്പോസ് എന്ന് പറയുക, വന്ന് കാണുക.
വന്ന് കാണുക. നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ വന്ന് കാണും? ചിലത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഞങ്ങൾ കാണും. ഇന്ന് നസ്രത്ത് ഞങ്ങളുടെ മുമ്പാകെ ചോദിച്ചിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് നസ്രത്ത് ഉണ്ടാകും. ഞങ്ങളുടെ ചോദ്യമാകുന്ന നസ്രത്ത്, ഉത്തരം കിട്ടാത്ത നസ്രത്ത്. പക്ഷേ കർത്താവ് അവനെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്, നീ കാപട്യമില്ലാത്തവൻ, സാക്ഷാൽ ഇസ്രായേൽ. അപ്പം എൻ്റെ ചോദ്യം, ഇദ്ദേഹം കാപട്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതേകൂടി ചോദ്യം ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എൻ്റെ ചോദ്യം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിന് കാപട്യമില്ലാത്തവനെന്ന് പറഞ്ഞത്? അവനറിയാം അവിടെ നിന്നൊന്നും വരത്തില്ലെന്ന്. അവനത് സമ്മതിക്കുക. നസ്രത്തിൽ നിന്നൊന്നും വരത്തില്ല, സമ്മതിക്കുക. നസ്രത്തിൽ നിന്നൊന്നും വന്നില്ലെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ നസ്രത്തിനകത്ത് കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ നസ്രത്തിനകത്ത് കർത്താവ് ചില വഴികളെ തുറക്കും. എൻ്റെ നസ്രത്തിൽ ഞാൻ തനിച്ചല്ല. എൻ്റെ നസ്രത്തിൽ ദൈവം എനിക്ക് വഴി കാട്ടും. അതാ ഫിലിപ്പോസ് പറഞ്ഞത്, വന്ന് കാണുക. എൻ്റെ നസ്രത്തിൽ ഞാൻ ചിലത് കാണും. എൻ്റെ കുടുംബമാകുന്ന നസ്രത്ത്, അല്ലെങ്കിൽ ജോലിയാകുന്ന നസ്രത്ത്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന നസ്രത്ത്. നസ്രത്ത് ചെറുതാ, ഡീഗ്രേഡ് ചെയ്തതാ. അവിടെ നിന്ന് ഒന്നും കിട്ടില്ലെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നാണെന്നറിയാമോ? ആ മനുഷ്യനോട് പറയുക, കർത്താവ് പറയുക, നീ അത്തിയുടെ ചോട്ടിൽ ഇരിക്കുന്നതിന് മുമ്പ്. എന്തോ അത്തിയുടെ പ്രത്യേകത എന്നറിയാമോ? ഞാൻ ചിന്തിച്ച് എൻ്റെ ഒരു ചിന്തയാന്നേ, ബൈബിളിൽ ആ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് തെറ്റിദ്ധരിക്കരുത്. എന്തുകൊണ്ടായിരിക്കും മരത്തിൻ്റെ ചോട്ടിൽ പോയത്? സമാധാനം കിട്ടാനായിരിക്കും മരത്തിൻ്റെ ചോട്ടിൽ പോയത്. അല്ലാതെ വീട്ടിലിരിക്കുന്നവൻ പുറത്തു പോയിട്ട് ഇറങ്ങിയിരിക്കുന്നതിനാ? സമാധാനം കിട്ടാനാ, കുറച്ച് സമാധാനം കിട്ടാനാ അവനെ മരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുക. അടുത്തൊരു പ്രത്യേകത. രണ്ടാമത്തെ തലം, സമാധാനം പോയിട്ട് ഒരു പക്ഷേ ആത്മഹത്യക്ക് വേണ്ടി ഇരിക്കുന്ന മനുഷ്യനായിരിക്കും നദനയിൽ. നമുക്കറിയത്തില്ല. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പോയിരിക്കുമ്പോൾ കർത്താവിനോട് പറയുക, നീ അന്ന് അത്തിയുടെ ചോട്ടില തകർന്നിരുന്നില്ലേ? അത്തിയുടെ ചോട്ടിൽ നീ തകർന്നിരുന്നില്ലേ? അവിടെ നിന്നെ ഞാൻ കണ്ടതാ. കർത്താവ് നമ്മളോട് പറയുക, നമ്മുടെ നസ്രത്തിൽ നമ്മൾ ഇതുപോലെ തകർന്നിരുന്നപ്പോൾ, ഇതുപോലെ വഴികൾ അടഞ്ഞിരുന്നപ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടുക. നിന്റെ നസ്രത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കും. നിന്റെ നസ്രത്തിൽ നിന്ന് തന്നെ ചില നന്മകൾ വരും. എൻ്റെ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ വേദപുസ്തകത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. എന്താണെന്നറിയാമോ? എവിടെ ഉപയോഗിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നുവോ അവരെയാണ് ദൈവം ഉപയോഗിച്ചത്. ഇശായി എന്ന് പറയുന്ന മനുഷ്യൻ ദാവീദിനെ കുറിച്ച് പറഞ്ഞത് അവനൊരു ആട്ടിടയനെന്ന, അവൻ്റെ നസ്രത്ത് അതായിരുന്നു. അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വരത്തില്ല. അവിടെ നിന്ന് പ്രത്യേകിച്ച് യാതൊരു നന്മയും വരത്തില്ല. നമ്മുടെ ചില നസ്രത്തുകൾ ഇന്ന് രാത്രികാലം കർത്താവ് തൊടാൻ പോവുക. ചില നസ്രത്ത് മൂവ്മെൻറ്റുകളില്ലാതെ നിൽക്കുന്ന, ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന, നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, വഴി അടഞ്ഞിരിക്കുന്ന, കൺഫ്യൂസ് ആയിരിക്കുന്ന, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ആ നസ്രത്തിൻ്റെ അകത്ത് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ തുറക്കാൻ പോവുക. നസ്രത്ത്, ആ വാക്ക് അത് തന്നെയാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നസ്രായനായ യേശു ക്രിസ്തു നസ്രത്തുകാരനാണ്. നന്മ വരത്തില്ലെന്ന് പറഞ്ഞു കൊടുത്തുന്ന യേശു കർത്താവ് വന്നെങ്കിൽ കർത്താവ് നമ്മളോട് പറയുക, നമ്മുടെ നസ്രത്തിൽ തന്നെ നമ്മൾ വാക്ക് ചെയ്യാൻ പറ്റാതെ സ്റ്റാൻഡായി നിൽക്കുന്ന, മൂവ്മെൻ്റ് ഇല്ലാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത, സകല പ്രതീക്ഷകളും പോയിരിക്കുന്ന അതേ നസ്രത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്ന്. നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല പല വിഷയത്തെയും. ഭയങ്കര സ്ട്രഗിളാണ്, ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രയാസമാണ്. പറയാൻ പറ്റും, കർത്താവേ ആ നസ്രത്തിലോട്ടൊന്ന് വരണം, ആ നസ്രത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ആ നസ്രത്തിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാകണം. ആ മേഖലയുടെ അകത്ത് കൃത്യമാണ്. ഞാൻ പ്രിയമുള്ളവരെ, എനിക്ക് വേണമെങ്കിൽ ഇത് ഓടിച്ചിട്ട് പോയിട്ട് എനിക്ക് വേണമെങ്കിൽ ക്ലാസ് തീർക്കാം. പക്ഷേ ദൈവാത്മാവ് എനിക്ക് അങ്ങനെ ആ നിയോഗം നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ ക്ലാസ്സിൽ ആ ഒരു ഭാഗത്ത് എടുത്ത് ഞാൻ പറയുന്നത്. എന്ന് പറയണം, ചില നസ്രത്തുകൾ തുറക്കണം. നസ്രത്ത് തുറക്കുമ്പോൾ ഒരു കാര്യം അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നയീനിലെ വിധവ, നയീനിലെ വിധവ എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ? ആ വിധവ പുറത്തോട്ട് വന്നാലോ, ആ വിധവ പട്ടണത്തിന് പുറത്തു വന്ന നയീനിലെ വിധവയല്ല, എന്നാൽ വിടുതൽ നടക്കുന്ന നയീൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് കർത്താവ് അകത്തോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നസ്രത്തിനകത്ത് വിടുതൽ നടക്കണം, നമ്മുടെ വിഷയത്തിനകത്ത് വിടുതൽ നടക്കണം, അവസാനിച്ച ആ വിഷയത്തിനകത്ത് തന്നെ വിടുതൽ നടക്കണം. ശൂന്യങ്കാരത്തി അവസാനിച്ച വിഷയത്തെ മാളികാമുറിയിലോട്ട് കൊണ്ടുപോയി. സാരഫാത്തിലെ വിധവ അവസാനിച്ച വിഷയത്തെ മാളികാമുറിയിലോട്ട് കൊണ്ടുപോയി. അവിടെ തന്നെ വിടുതൽ നടന്നില്ലേ? ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുന്നിൽ നിന്നു. ഇസ്രായേൽ ജനം യോർദാന്റെ നടുവിൽ നിന്നു. നമ്മൾ നിൽക്കുന്ന ചില ചെങ്കടലിന്റെ മുന്നിലല്ലേ, ചില യോർദാന് മുന്നിലല്ലേ? കർത്താവ് പറയുക, അവിടെ ദൈവം വഴി തുറക്കാൻ പോവുക, അവിടെ ദൈവം വഴി തുറക്കും എന്ന് നമ്മൾ വിശ്വാസത ചില കാര്യങ്ങളെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല. ദൈവാത്മാവ് ഇടപെടുക. ആ ഒരു കാര്യം, ആ ഡെസ്റ്റിനേഷനിലൂടെ നമ്മൾ എത്താൻ പോവുക. ഇന്ന് നമ്മൾ കാണുന്നുണ്ടാകുകയില്ല.
ഇന്ന് നമ്മുടെ മുമ്പിൽ യാതൊരു സാധ്യതയും ഉണ്ടാകില്ല. നേരത്തെ ഇട്ട ഇമ്പോസിബിൾ, ആ ഇമ്പോസിബിളിനെ ദൈവം പോസിബിൾ ആക്കാൻ പോവുക. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവുക. നസ്രത്തിൽ നിന്നൊന്നും വരത്തില്ലെന്ന് ലോകം പറഞ്ഞത്, എന്നാൽ അതിൽ നിന്ന് ചിലത് വരും. നമ്മളിൽ നിന്ന് ചില നന്മകൾ പുറത്തോട്ട് വരും. എനിക്ക് കൃത്യമായിട്ട് ആ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ മാത്രം ഞാൻ ആ കാര്യം പറയുന്നത്. ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ഇടപെടുക. നമ്മുടെ നസ്രത്ത് തുറക്കാൻ പോവുക. നമ്മുടെ നസ്രത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടാൻ പോവുക. അമ്മൻ ചില മേഖലകളകത്ത് നമ്മൾ വല്ലാതെ അമ്മേൻസ് സ്റ്റാൻഡായിട്ട് നിൽക്കുമ്പോൾ അമ്മേൻസ് ചെന്ന് അവിടെ പറയുവാൻ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, ആ ശക്തി ഇന്ന് നമ്മുടെ ഉള്ളിലോട്ട് വരുക. കർത്താവ് നമ്മളോട് ചോദിക്കുക, ഞാൻ തയ്യാറാ കുഞ്ഞ്, നിന്റെ വിഷയത്തിലൂടെ നിന്റെ നസ്രത്തിലൂടെ വരാൻ ഞാൻ തയ്യാറാ, എന്നെ ഒന്ന് വിളിക്കാമോ? ഇന്ന് രാത്രിക്കാലം ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കർത്താവിനെ നമ്മുടെ നസ്രത്തിലൂടെ ഇൻവൈറ്റ് ചെയ്യണം. കർത്താവെ, ഇവിടെ നിന്ന് തന്നെ നന്മയുണ്ടാകണം, ഇവിടെ നിന്ന് തന്നെ വിടുതലുണ്ടാകണം, ഈ മേഖലയുടെ അകത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണം. ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ രാത്രിക്കാലം കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുകയാണ്. നമ്മുടെ നസ്രത്തിന്റെ അകത്ത് ദൈവം വഴിയെ തുറക്കുമ്പോൾ ഒരു മനുഷ്യനും അടച്ചു കളയുവാൻ കഴിയാത്തത്, ഒരു മനുഷ്യനും ഒതുക്കി വയ്ക്കുവാൻ കഴിയാത്തത്, ഒരു മാനുഷിക ചിന്തകൾക്കും കടന്നുകൂടുവാൻ കഴിയാത്തതായിട്ടുള്ള ആ മേഖലയുടെ അകത്ത് അതേ നസ്രത്തിന്റെ അകത്ത് തന്നെ നന്മ വരുവാൻ പോകുകയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുക. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ, നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് നോവിങ് ക്രൈസ്റ്റ്. അടുത്തൊരു വാക്ക്, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ നടക്കാൻ പോവുക നമ്മുടെ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കാൻ പോവുക. കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവിടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഈ ഓട്ട മത്സരത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? മാരത്തോൺ മത്സരം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടുന്ന മത്സരമാണ്. അതിൽ പലരും ക്വിറ്റ് ചെയ്ത് പോകും. ഇന്ന് ഈ മാരത്തോണിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മാരത്തോണിൽ നമ്മളിപ്പോൾ ഒരു സൈഡിൽ തളർന്നായിരിക്കുന്നത്. നമ്മുടെ മാരത്തോണിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ അറിയാതെ ഇരിക്കുന്നത്. നമുക്ക് വെള്ളം കിട്ടാതെ ഒരു ക്ഷാമത്തിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. മാരത്തോണാണ്, അത് കൊണ്ടുതരാൻ ആരുമില്ല. പക്ഷെ കർത്താവ് നമ്മളോട് പറയുക, ആ ഗ്രോത്ത് സംഭവിക്കാൻ പോവുക. ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? എൻ്റെ കുടുംബത്തിൽ ആ ഗ്രോത്ത് നടക്കാൻ പോവുക. എൻ്റെ കുടുംബത്തിൽ ആ മൂവ്മെൻറ്റ് നടക്കാൻ പോവുക. എൻ്റെ കുടുംബത്തിൽ ആ ഒരു കാര്യങ്ങൾ, ആ മൗനമായി നിൽക്കുന്ന ആ ഒരു കാര്യത്തിന് മാറ്റം വരാൻ പോവുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ വിഷയത്തിനകത്ത് ഇന്ന് ദൈവം മിണ്ടാതിരിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ, അതിൻ്റെ പുറകെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പുറത്തോട്ടൊന്നും കാണുന്നില്ല, ഉത്തരവില്ല. വല്ലാതെ ആ ചങ്ക് തകർന്നു നിൽക്കുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ ക്ലാസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലൂടെ നമ്മൾ കടക്കാൻ പോവുക. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ അവനിൽ ആത്മാവുണ്ട്. ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നില്ലെങ്കിൽ അവനിൽ ആത്മാവില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആ എക്സസൈസ് കാണിച്ചുകൊണ്ട് സ്റ്റില്ലായിട്ട് നമ്മൾ നിൽക്കും. നമ്മൾ മൂവ് ചെയ്യാൻ പോവുക. അതാ പറയുന്നത്, വിശ്വാസത്തിൻ്റെ ചില കൽപ്പനകൾ നമ്മുടെ വായിൽ നിന്ന് ഇന്ന് രാത്രികാലം ഉണ്ടാകണം. ഞങ്ങളതിനെ ഓവർകം ചെയ്യും. ഞങ്ങൾ അതിൻ്റെ അകത്ത് വിടുതൽ നേടും. അവിടെ തന്നെ ദൈവം പ്രവർത്തിക്കും. അവിടെ തന്നെ ദൈവം വഴി തുറക്കും. ഞാൻ ചില മിനിറ്റുകൾ പ്രിയമുള്ളവർക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ വിഷയം എനിക്കറിയത്തില്ല, നിങ്ങളുടെ സാഹചര്യം എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ നസ്രത്ത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ പറ, അവിടെ തന്നെ അത് തുറക്കും. ആ വിഷയങ്ങളെ എണ്ണി പറഞ്ഞാട്ടെ. ആ മേഖലയുടെ അകത്ത് തന്നെ, ആ വ്യക്തിയുടെ ഉള്ളത്തിൽ തന്നെ, ആ സാഹചര്യത്തിൻ്റെ അകത്ത് തന്നെ, ആ രോഗത്തിൻ്റെ അകത്ത് തന്നെ, ആ മേഖലയുടെ അകത്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ട് നസ്രത്ത് തുറക്കാൻ പോവുക. എനിക്ക് വേണ്ടിയിട്ട് നസ്രത്ത് തുറക്കാൻ പോവുക. ആ നസ്രത്ത് അടയപ്പെട്ടതാ. പലരും പറഞ്ഞു, ഇനി ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന്, നീ പ്രാർത്ഥിച്ചത് എന്തിനാന്ന്, നീ ആരാധിച്ചത് എന്തിനാന്ന്. പക്ഷെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. ഞാൻ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു തലത്തിലൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നസ്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവരിക. അല്പസമയം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ നസ്രത്ത് ഇന്ന് തുറക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ശക്തി ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യം ഉണ്ടാകണം. ആ ഞാൻ സേവിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് ആ ദൈവത്തെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലോട്ട് ഇന്ന് രാത്രികാലം ആ മനുഷ്യൻ വരുമ്പോൾ എൻ്റെ ചില വിഷയത്തിനകത്ത് ചില നസ്രത്തുകൾ ഓപ്പൺ ആകുമെന്ന് ആത്മാവിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അത് ആ ഒരു പാട്ടുകാരൻ പാടുന്ന സുന്ദരമായ ഒരു പാട്ട്. അമേൻസ്വരം ചിന്തിക്കുക, എല്ലാം സാധ്യം. അമേൻസ്വരം ദൈവത്തെ സേവിക്കുന്ന നമുക്ക് എല്ലാം സാധ്യമാ. അമേൻസ്വരം കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനാ നീ എന്ന് പറഞ്ഞാൽ ചില കലക്കത്തിന്റെ അനുഭവത്തിന്റെ അകത്ത് അമേൻസ്വരം ദൈവാത്മാവ് ചില നസ്രത്തുകൾ നമുക്ക് കൂടി തുറക്കുകയാണ്. നമ്മൾ കേട്ടില്ലേ, നമ്മൾ വായിച്ചില്ലേ, നമ്മൾ പഠിച്ചില്ലേ? ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ലോകത്തിലെ ഒരു മനുഷ്യനല്ല. ആ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ലോകത്തിലെ ഒരു അധിപതിയുമല്ല. ആ ശക്തി നമ്മുടെ ഉള്ളിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഷാൽ ഓവർകം. നമ്മൾ ഓവർകം ചെയ്യും. ഈ സമയവും കടന്നു പോകും, ഈ സാഹചര്യവും കടന്നു പോകും.
തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ആമേൻ അടുത്തു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ സങ്കീർത്തനക്കാരിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അതിന്റെ 4-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. അടുത്ത വാക്ക്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അതിന് 3-ാമത്തെ വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പറയാൻ പറ്റും, ഞാൻ വിളിച്ചപേക്ഷിക്കും ഈ രാത്രി എൻ്റെ ദൈവം പ്രവർത്തിക്കും. ഞാൻ വിളിച്ചപേക്ഷിക്കും എൻ്റെ ദൈവം ഈ രാത്രികാലം എനിക്ക് വേണ്ടി ഇറങ്ങും. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം ഈ രാത്രികാലം അത്ഭുതകരമായിട്ട് ചില കാര്യങ്ങളെ ചെയ്യും. അല്പസമയം ഒന്ന് അന്യഭാഷകളിൽ ആരാധിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഒരു വചന ക്ലാസ് ആണെങ്കിലും ദൈവാത്മാവ് കൃത്യമായിട്ട് അങ്ങനെ ഒരു നിയോഗം നൽകുകയാ. എന്ത്? അതിന്റെ 3-ാം അധ്യായത്തിൽ പറയുക, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. ഇന്ന് രാത്രികാലം നിനക്ക് രക്ഷയില്ല എന്ന് പലരും പറയട്ടെ, നിന്റെ ദൈവം പ്രവർത്തിക്കത്തില്ല എന്ന് പലരും പറയട്ടെ. പക്ഷെ അതിന് 8-ാമത്തെ വാക്യം പറഞ്ഞു, രക്ഷ യഹോവയ്ക്കുള്ളതാ. രക്ഷ ദൈവത്തിനുള്ളതാണെങ്കിൽ ആ രക്ഷയെക്കുറിച്ച് നമ്മൾ കാണാൻ പോകുകയാണ്. ആ രക്ഷയെ നമ്മൾ അനുഭവിക്കുവാൻ പോകുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയ നല്ല അപ്പ, അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്തു വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നും ആ ശക്തി അത് അത്യന്തം പരമായി വ്യാപരിക്കുന്ന ശക്തിയാണെന്നും ആ ശക്തിക്ക് ഞങ്ങളുടെ വ്യക്തിയെ രൂപീകരിക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ മുമ്പാകെ മൂവ്മെന്റ് സ്റ്റോപ്പായിരിക്കുന്ന, അവൻ നടക്കുവാൻ കഴിയാതെ വണ്ണം, ഇരിക്കുവാൻ കഴിയാതെ വണ്ണം, കിടക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ സമാധാനത്തെ എടുത്തു കളയുന്ന ആ നസ്രത്തിന്റെ അകത്ത്, ആ മേഖലയുടെ അകത്ത് തന്നെ ചിലത് കാണട്ടെ. ആ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ വന്ന് കാണുക. ഞങ്ങളത് വന്ന് കാണുവാൻ പോകുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുവാൻ പോകുന്ന മഹാദേയെ ഓർത്തുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഇന്ന് അമേൻ പറഞ്ഞത് ഞങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്ന ആ ദൈവ വചനത്തിനായി സ്തുതിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കും ഈ രാത്രിക്കാലം ചില വിഷയത്തിനകത്ത് ഉത്തരത്തെ കർത്താവ് അരുളുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളെ ചിന്തിക്കുന്നതിനപ്പുറമായി, ഞങ്ങൾ ചോദിക്കുന്നതിനപ്പുറമായി, ഞങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായി, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അപ്പുറമായി, ഞങ്ങളുടെ അളവിനപ്പുറമായി, ഞങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറമായി, ഞങ്ങൾ ഇട്ടിരിക്കുന്ന പരിധികൾക്ക് അപ്പുറമായിട്ട് ഈ രാത്രികാലം ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് പ്രവർത്തിക്കുന്ന മഹാദയക്കായി നന്ദിയപ്പ. ഈ ഒരു ഫാമിലി ദൈവരങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ പ്രിയമുള്ള ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാ. ഓരോരുത്തരുടെയും നസ്രത്ത് വ്യത്യസ്തമാണ്. ചിലർക്കത് കാണാൻ പറ്റുന്നുണ്ട്, ചിലർക്കത് കാണാൻ പറ്റുന്നില്ല. ചിലർക്ക് വഴി കാണുന്നുണ്ട്, ചിലർക്ക് വഴി കാണുന്നില്ല. എന്നാൽ കർത്താവെ, ഞങ്ങൾ പോകേണ്ടുന്ന വഴി അത് കർത്താവ് കാണിച്ചു തരണം. ഒരു വിഷയത്തിനകത്തും ഞങ്ങൾ തലകുനിക്കാൻ ഇടവരല്ലേ. ഒരു വിഷയത്തിനകത്തും ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ ആ മനുഷ്യൻ ഇരുന്നതുപോലെ തകർന്നിരിക്കുവാൻ ഇടവരല്ലേ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. 4-ാം അധ്യായത്തിലൂടെ ഞങ്ങൾ കടന്നിരിക്കുന്ന കർത്താവെ, വാക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു മൂവ്മെന്റ് ആയിട്ട് മാറട്ടെ. അതൊരു ഗ്രോത്ത് ആയിട്ട് മാറട്ടെ. അതൊരു ഡെസ്റ്റിനേഷനോട് എത്തുന്ന മേഖലയായിട്ട് മാറട്ടെ. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കാറ് സ്തോത്രം. സകലമാനവും സകല മഹത്വവും സകല പുകഴ്ചയും ഞങ്ങളുടെ ദൈവത്തിന്. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തിലൂടെ കടക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതിലൂടെ കടക്കാത്തത് അമേൻസ്വരം ചെയ്തു. ഇന്ന് ഇങ്ങനെ ഒരു രീതിയിലൊരു കൺക്ലൂഷൻ നൽകുവാനാണ് ദൈവാത്മാവ് ഗൈഡൻസ് നൽകിയത്. അമേൻസ്വരം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കും. അമേൻസ്വരം കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.